ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. സ്തുതിച്ചേ ഹല്ലേലൂയ. മഴമേഘങ്ങൾ നീങ്ങിപ്പോകട്ടെ, പ്രതിസന്ധികൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, എതിർശക്തികൾ നിർവീര്യമാവട്ടെ. അവനോട് പ്രാർത്ഥിക്കും മകള്. സ്വന്തം തുറക്കപ്പെടേണ്ട ഈ സമയത്ത് ദൈവത്തിന്റെ കരുണ ഭക്തിനാമായി സകല ഭക്തരെ വേണ്ട ഈ സമയത്ത് ശക്തി പറഞ്ഞ് മക്കളുടെ മേലെ സ്വർഗത്തോർക്കണമെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ്. സ്വർഗത്തിൽ അസ്ഥിനാവുകൾ ഈ സമയത്ത് ഈ കൂടാരത്തിലേക്ക് കർത്താവ്, ഈ വിശുദ്ധ കുരിശിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അസ്ഥിനാവായി പരിശുദ്ധാത്മാവേ അഭിഷേകത്തിൽ കാറ്റാഘോഷമേ ആദിമസഭയിൽ പാപശക്തി തകർത്തിടാൻ ലോകശക്തി തകർത്തിടാൻ പാപശക്തി തകർത്തിടാൻ ലോകശക്തി തകർത്തിടാൻ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ തിരുവചനം ഇപ്രകാരമാണല്ലോ. തിരുനാളിന്റെ മഹാദിനത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല ശബ്ദത്തോടൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഇത്ര ശബ്ദം പോരാ. ഞാനിവിടെ നമ്മുടെ സഹോദരന്മാരുണ്ട്, അവരോട് പറഞ്ഞത് ഹൈ റേഞ്ചിന്റെ മക്കളുടെ തീഷ്ണത കണ്ട് നമ്മൾ പഠിക്കണം. ലോ റേഞ്ചിലുള്ളവര് ശങ്കു പറഞ്ഞാണ് അവർ പ്രാർത്ഥിക്കുന്നതെന്ന്. കർത്താവിനെ തൊട്ടറിയുന്നവരാണ് അവര്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വലിയ വിശ്വാസത്തോടുകൂടെ കർത്താവിന് മഹത്വം കൊടുക്കാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. അല്പം കൂടി ശബ്ദത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സെന്റ് ആൻസിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാർ ഒത്തിരി പേരുണ്ട്. സെബാസ്റ്റ്യനോടൊപ്പം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ശുശ്രൂഷയിൽ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് മക്കൾ, 80,000 90,000 അടുത്ത് മക്കൾ ഓരോ ചൊവ്വാഴ്ചയും അവിടെ വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട്. നമ്മളെക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കണ്ടെത്താൻ സാധിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ പലരും കോട്ടയത്ത് വന്നിട്ടുള്ളവരാണ്. കോട്ടയത്ത് വന്ന് ചൊവ്വാഴ്ച
ഞായറാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്നൊരു ശബ്ദം യേശുവേ എന്നുള്ളൊരു വിളിയാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും അത് സാധിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈശോയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നില് വലിയൊരു ദൈവാനുഗ്രഹവും വലിയൊരു അഭിഷേകവും വലിയൊരു വിടുതലും വലിയൊരു സൗഖ്യവും ഉണ്ട്. വിശ്വസിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു 10 പേർക്ക് കേൾക്കാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ ശബ്ദം എടുത്തുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ ശബ്ദത്തേക്ക് ഒന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ. നമുക്കും ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഓട്ടിസത്തിന് അതിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞുതരാം. ഓട്ടിസത്തിൻ്റെ ക്ലാസ് നമ്മളൊരു ക്രമീകരിക്കുന്നതിനെ കുറിച്ച് അവിടെ ഒരു സാറ് വന്ന് ക്ലാസ് എടുത്തപ്പോഴാണ് ദൈവം നമുക്ക് തന്ന അനുഗ്രഹം. ഒരു കുഞ്ഞ് അവൻ്റെ കയ്യിലിരിക്കുന്ന വെള്ളം അത് ചൂടുള്ളതാണോ തണുപ്പുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഓട്ടിസം ബാധിച്ച ചില കുട്ടികളുടെ പ്രത്യേകതയാണ്, അവർക്ക് വെള്ളം എടുത്തത് കുടിക്കാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ ദൈവം പക്ഷെ നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ അൽത്താരയുടെ സമീപത്തായിരിക്കുമ്പോൾ നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവും നമ്മുടെ ആരോഗ്യവും എല്ലാം കർത്താവിന് കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ദൈവാനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഈശോയുടെ നാമത്തിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈശോയെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ അനുഗ്രഹിക്കപ്പെടും. ഈ സ്ഥലം, നമ്മുടെ കുടുംബം, നമ്മുടെ അടുത്തും മുമ്പിലും പുറകിലും ഒക്കെ നിൽക്കുന്നവർക്ക് വലിയ ദൈവാനുഗ്രഹമാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈശോയുടെ നാമം വിളിക്കും. ഒന്ന് ചേർന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവർ, യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ച് നമ്മുടെ ഈ സ്ഥലവും നമ്മുടെ കുടുംബവും നമ്മുടെ വരുമാന മാർഗങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് അത് സമർപ്പിക്കണം. ഇവിടെ നിൽക്കുമ്പോൾ വേറെ ഒന്നിനെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇവിടെ വന്ന് നമ്മൾ കർത്താവിന് വിട്ടുകൊടുത്തു. ഈ അത്ഭുത കുരിശിൻ്റെ സമീപത്ത് നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ പൊരിഞ്ഞു സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ സഹനങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാരവും എല്ലാം കർത്താവിന് കൊടുക്കുക. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഈശോ പറഞ്ഞ വചനത്തിന് അതുപോലെ പ്രാധാന്യമുണ്ട്. എന്താ ഈശോ പറഞ്ഞത്? അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. അപ്പൊ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു എന്ന് പറയുമ്പോൾ വചനം അത്രയേറെ പ്രത്യേകതയുണ്ട്. എന്താണ് പറയുന്നത്? ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഞാൻ അവനിൽ ഒഴുക്കുമെന്ന്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 5 ദിവസം ഈ വിശുദ്ധ കുരിശിനോട് ചേർന്ന്, അത്ഭുത കുരിശിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ നീർച്ചാല് ദാഹിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ഇത് അനുഗ്രഹത്തിന്റെ അരുവി ഞാൻ ഒഴുക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക ചെയ്ത. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് ഈ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുരിശിന്റെ ചിന്തകളുമായിട്ട് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ, ഈശോയുടെ കുരിശിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഈശോയുടെ വഴി, ഈശോ നടന്നുപോയ വഴിയിലൂടെ നമ്മളും നടന്നു നീങ്ങാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിനെ സ്വീകരിക്കണം പ്രിയപ്പെട്ടവർ, ആത്മാവിനെ സ്വീകരിക്കണം. വസന്തവൃഷ്ടിയുടെ കാലത്ത് നിങ്ങൾ കർത്താവിനോട് മഴ ചോദിക്കുക. മഴ അയക്കുന്നതും ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയമാവുന്ന വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണെന്ന്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിന്റെ 5 ദിവസം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാകുന്ന മഴ സ്വർഗത്തിൽ നിന്നും ഒഴുകുമ്പോൾ അവിടുന്ന് എൻ്റെ ജീവിതത്തിലെ നിറച്ച് അനുഗ്രഹിക്കണം പ്രിയപ്പെട്ടവർ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ച് ദാഹിച്ചുകൊണ്ട്, ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് അവർ ഒരു ചൂടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ച് ഇടത്തും വലുതൊക്കെ ഒന്ന് നോക്കി സന്തോഷത്തോടുകൂടെ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഒന്ന് ആലപിച്ച് ഓ പരിശുദ്ധാത്മാവേ ദാഹത്തോടെ കരങ്ങളടിച്ച് വിശ്വാസത്തോടെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, കരങ്ങളടിച്ച് പോലെ ഇറങ്ങി വാ, മഴ പോലെ പെയ്ത്
കരങ്ങളടിച്ച് സന്തോഷത്തോടെ സ്വർഗീയ തീയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, ഓളത്തിൽ ഇറങ്ങി വാ, പോലെ പെയ്തിറങ്ങണേ ഓളത്തിൽ ഇറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, ഓളത്തിൽ ഇറങ്ങി വാ, വിട്ടുകൊടുത്ത് ഓളത്തിൽ ഇറങ്ങി വാ. സ്വർഗീയ തീയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, ഓളത്തിൽ ഇറങ്ങി വാ, ഓളത്തിൽ ഇറങ്ങി വാ. ആത്മനദിയായി ഒഴുകി എന്നിൽ വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ വാ, ആത്മനദിയായി ഒഴുകി എന്നിൽ വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ വാ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഒന്ന് സമർപ്പിച്ച് കുടുംബ ജീവിതത്തിലെ വരുമാന മാർഗങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പരീക്ഷിച്ചു കൊടുക്കുന്ന എല്ലാ മക്കളിലേക്കും ഈ നിമിഷം ഈശോയെ ഭവനത്തിലായിരിക്കും ധ്യാനത്തിന് നമ്മൾ വിളിച്ചു വന്നില്ല മകളെയൊക്കെ ഒന്ന് ഓർത്ത് ജീവിതമക്കളെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് ദൈവമേ അവരായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിന്റെ ആത്മാവ് കടന്നു ചെല്ലട്ടെ, അവരെ നിന്റെ സ്വർഗത്തിലേക്ക് സമർപ്പിക്കുന്നു, കുരിശിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഇടപെടണേന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ ഏറ്റെടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിക്കുന്നു. രക്തസാക്ഷികളെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥ വിശുദ്ധ അന്തോണീസേ ഈ നിമിഷം ഈശോയെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് വിശ്വാസത്തോടുകൂടെ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ ഇറങ്ങിയ തീയേ പടത്തിൽ മോശമേൽ ഇറങ്ങിയ തീയേ, ഏലിയാവിയാകത്തിൽ ഇറങ്ങിയ തീയേ, പടത്തിൽ മോശമേൽ ഇറങ്ങിയ തീയേ, രൂപത്തിൽ ഞങ്ങളുടെ ജീവിതഭാരങ്ങളെല്ലാം സമർപ്പിക്കുന്നു ഈശോയെ. ഞങ്ങൾക്ക് വേണ്ടി വിലപിച്ചർപ്പിച്ചു പോയ ഈശോയെ ജസ്റ്റിനാവിനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈശോയെ വചനം പ്രഘോഷിക്കുന്ന ഞങ്ങളുടെ വചന സഭാസത്തിന് പ്രത്യേകം ഓർക്കുന്നു ഈശോയെ. ഈ ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഈ സോണിലെല്ലാം വൈദികരെയും പ്രത്യേകം സമർപ്പിക്കുന്നു ഈശോയെ. സന്യസ്തരെ സമർപ്പിക്കുന്നു ഈശോയെ. ചെറുതും വലുതുമായിട്ട് ഈശോയെ ഈ കൂട്ടായ്മയോട് ഈ ധ്യാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുക എല്ലാ മക്കളിലേക്കും എല്ലാ ക്രമീകരണങ്ങളിലേക്കും ആത്മാവിടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കുന്ന തമ്മിലാണ് ഏതൊരു തരത്തിലുള്ള തിന്മകളോ ഈശോയെ സ്വാധീനങ്ങളോ ഈശോയെ ഇടതും വലുതും ഈശോയെ മുമ്പിൽ പുറകിലുമായിട്ട് ഏതൊരു സ്വാധീനങ്ങളോ അതുകൊണ്ട് ഈശോയുടെ വിട്ടുപോകട്ടെ എന്ന് ശാസിക്കുന്നു. പരിശുദ്ധാത്മാവേ കരങ്ങളടിച്ച് ജീവിതത്തെ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് ഒരിക്കൽ കൂടി ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് ലഭിക്കാമോ പരിശുദ്ധാത്മാവേ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ, പോലെ വേണ്ടി മഴ പോലെ
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 1:4 നമ്മൾ ഇപ്രകാരം വായിക്കുന്നല്ലോ. അവൻ അവരോടൊപ്പം ഭക്ഷണം കൊണ്ടിരിക്കുമ്പോൾ അവൻ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിത്രമാണ് നമ്മൾ ജെറുസലേമിലാണ് ഈ നിമിഷമായിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ മോൺസിഞ്ഞോർ സൂചിപ്പിക്കും, നമ്മൾ ഗലീലയിൽ നിന്നും ജെറുസലേമിലേക്കുള്ളൊരു യാത്രയിലാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണല്ലോ. കോട്ടയത്ത് നിന്ന് നമ്മൾ പലപ്പോഴും അവിടെ വന്നിട്ട് തിരിച്ച് യാത്ര ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു സന്തോഷവും ഒരു അനുഗ്രഹവും ഉണ്ടല്ലേ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ശിഷ്യന്മാരെ എല്ലാം നയിക്കുന്നത് ഗലീലയിൽ നിന്നും ജെറുസലേമിലേക്കാ. പ്രിയപ്പെട്ടവരെ, എന്തിനാ ഈശോ ജെറുസലേമിലേക്ക് പോകുന്നത്? ശിഷ്യത്വം ആരംഭിക്കുമ്പോൾ ശിഷ്യന്മാരെ ജെറുസലേമിലേക്ക് നയിക്കുമ്പോൾ അവിടുത്തെ പീഡാസഹനങ്ങളെ കുറിച്ച് അവിടുന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. 3 പ്രാവശ്യം പീഡാസഹനങ്ങളെ കുറിച്ച് ഈ യാത്രയുടെ മധ്യയാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ജെറുസലേമിൽ എത്തിച്ചേരണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഗലീലയിൽ മാത്രം നിന്ന് പോകരുത്. ഗലീലയുടെ ഒരു അനുഭവം എന്താ? അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ ജെറുസലേമിലേക്ക് കർത്താവ് നയിക്കുന്നത് എന്തിനാ? ഓരോ ശിഷ്യനെയും പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി അവിടുത്തെ കുരിശിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടുകൊണ്ട് ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവ ശിഷ്യനും ജനിച്ചു തുടങ്ങുന്ന ആ സമയം മുതൽ അവൻ യാത്ര ആരംഭിക്കുക ചെയ്യുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപ്പ ഈ ജൂബിലി വർഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുമയിൽ ക്രിസ്തുനാഥനോടൊപ്പം യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും എന്ന്. ഹല്ലേലൂയ. നമ്മൾ ഈ കുരിശിനെ പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഓരോ തപസ് കാലത്തെ ഞായറാഴ്ചകളിലെ വായനകളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആദ്യ ഞായറാഴ്ചയിൽ ഈശോയ്ക്കുണ്ടായ പരീക്ഷണങ്ങൾ നമ്മൾ വായിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടാവും. ഈശോയോട് എന്താ ചോദിച്ചത്? അവസാനത്തെ പരീക്ഷണം, നീ ദൈവപുത്രനാണെങ്കിൽ മുകളിൽ നിന്നും ചാട്, നീ ദൂതന്മാരെ നിന്നെ കാക്കുമെന്ന് വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. കുരിശിന്റെ ചൂട്ടിൽ വെച്ചും ഈശോയോട് ചോദിച്ചത് എന്താ? നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ എന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ യാത്രകൾ ആരംഭിക്കുമ്പോൾ പലതരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. എന്നാൽ ഈശോയോട് ചേർന്ന് അവിടുത്തെ കുരിശിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ നമ്മൾ നയിക്കുന്നത്, നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം അതിജീവിക്കാനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം, പരിശുദ്ധാത്മാവ് തരുന്നൊരു മാറ്റം, താബോർ മലയിൽ ഈശോയിൽ സംഭവിച്ച അതേ മാറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ക്രൈസ്തവ ശിഷ്യന്റെ ജീവിതത്തിലും സംഭവിക്കേണ്ട ഈ ഒരു മാറ്റമുണ്ട് പ്രിയപ്പെട്ടവർ. ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ച് നാള് ഏലപ്പാറയിലെ കുറച്ച് സഹോദരന്മാരെ കൂടെ കണ്ടു. ഏലപ്പാറയിൽ അവിടെ സേവന മനുഷ്യ ഒരു കുടുംബം എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, പൊള്ളുന്ന വേദനയിലൂടെ കടന്നു പോകുന്നത്, ജീവിതത്തിലെ നൊമ്പരങ്ങൾ ഓർക്കുമ്പോൾ അച്ഛാ മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈശോയുടെ കുരിശ്, ദിവ്യകാരുണ്യം, അവിടെ ദിവ്യകാരുണ്യത്തിന്റെ ഒരു ചാപ്പലുണ്ടല്ലോ, അവിടെ ഒന്ന് നിൽക്കുമ്പോൾ, അവിടെ ഒന്നിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തില് എവിടെ നിന്നെന്നറിയില്ല ഒരു ശക്തിയും ഒരു കൃപയും ഒരു അഭിഷേകവും തിരഞ്ഞിട്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട്, പ്രതിസന്ധികളെ ഏറ്റെടുക്കാനായിട്ട്, രോഗപീഠകളെ ഏറ്റെടുക്കാനായിട്ട്, തകർച്ചകളെ അനുഗ്രഹത്തിലേക്ക് നയിക്കാനുള്ള ഒരു കൃപ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ തരുന്നുണ്ടെന്ന്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മൾ പ്രാപിക്കേണ്ടത്. ഈ അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തേണ്ടത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട്
പൂർണ്ണമായിട്ട് ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കാൻ സാധിക്കണം. വിട്ടുകൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഒഴിഞ്ഞ പാത്രത്തെ പോലെ ഇരിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയും. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയും. കരങ്ങളുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന രണ്ടാമത്തെ അത്ഭുതം എന്ന് ഞാൻ കാണുന്നത് പ്രിയപ്പെട്ട, ഒന്നാമത് ഈശോയുടെ നാമം വിളിച്ചവർ പ്രാർത്ഥിക്കും. ജാതിമതഭേദമന്യേ ആര് വന്നാലും എൻ്റെ ഇടത് മുമ്പിലെ പുറകിൽ നിൽക്കണം ആരാന്നും എനിക്കറിയില്ല, ചങ്ക് പറഞ്ഞ അവർ ഈശോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈവാനുഭവം, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് അവര് അനുതാപത്തോടുകൂടെ, പ്രത്യേകിച്ച് പലരും കുമ്പസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അച്ഛന്മാരുടെ മുമ്പിൽ വന്ന് ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളു തുറന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാനസാന്തരങ്ങൾ ഉണ്ടാവുകയും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ് മാനസാന്തരം എന്നുള്ളത്. മാനസാന്തരം എന്നുള്ളത് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നട്ടിരിക്കുന്നത് എവിടെ? മുന്തിരിത്തോട്ടത്തിൽ നട്ടപ്പെട്ട അത്തിവൃക്ഷം പോലെ. പരിചരണവും സ്നേഹവും കൃപയും എല്ലാം കിട്ടിയിട്ടുള്ളവരാ പ്രിയപ്പെട്ടവരെ നമ്മൾ. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ആരും ഈ മഴയുടെ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് അത് വിശ്വസിച്ചു കൊള്ളണം. അത് ദൈവം വിളിക്കാതെ, ദൈവം ചേർത്ത് പിടിക്കാതെ ആർക്കും പ്രിയപ്പെട്ടവർ, എനിക്കോ നിങ്ങൾക്കോ ആർക്കും ഇവിടെ വരാൻ സാധിക്കും. വിശ്വസിച്ചു കൊള്ളണം, വിശ്വസിച്ചു കൊള്ളണം. അപ്പൊ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച്. നമ്മെ ഓരോരുത്തരെയും ഗലീലയിൽ നിന്നും പ്രിയപ്പെട്ടവരെ ജെറുസലേമിലേക്ക് ഈ ദിവസങ്ങളെല്ലാം കർത്താവ് ക്ഷണിക്കുമ്പോൾ ജീവിതത്തിലുള്ള വേദനകളും വിഷമങ്ങളും സഹനങ്ങളും എല്ലാം സമർപ്പിക്കുമ്പോൾ, ഈ കുരിശോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ, ഈ അമ്മമാതാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹമുണ്ട്, ജീവിതത്തിലൊരു മാറ്റമുണ്ട്, വലിയൊരു വിടുതലുണ്ട്, വലിയൊരു സൗഖ്യമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. കരങ്ങളെത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് സഹനങ്ങളും പ്രയാസങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഗായിക സംഘത്തോടൊപ്പം ചേർന്ന് ഒരിക്കൽ കൂടി ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈശോയെ ഒരു പുതിയൊരു മാറ്റം തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഈശോയെ, എൻ്റെ ജീവിതത്തിൽ പുതിയൊരു ഉൾക്കാഴ്ച തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് കർത്താവിനോട് ചേർന്ന് ശിഷ്യന്മാർ യാത്ര ചെയ്തതുപോലെ ഈശോയെ ഗലീലിയിൽ നിന്നും ഈശോയെ ജെറുസലേമിലേക്ക്, നിന്റെ ദേവാലയമുള്ള സന്നിധിയിലേക്ക്, നീ കുരിശുമരണം വരിച്ച കാൽവരിയിലേക്ക്, കുരിശിന്റെ അടുക്കിലേക്ക് ഈശോയെ നടന്നു നീങ്ങാൻ എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ആലപിക്കാം. പരിശുദ്ധാത്മാവേ കരങ്ങളടിച്ച് വിട്ടുകൊടുത്ത് നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വചനം കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ക്ഷീണവും പ്രയാസങ്ങളും എല്ലാം വിട്ടുകൊടുത്ത് ഈ തണുപ്പിനെല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് വിശ്വാസത്തോടെ സന്തോഷത്തോടെ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ സഹനങ്ങളും പ്രയാസങ്ങളും എല്ലാം സമർപ്പിച്ചു. സഹനങ്ങളോ പ്രയാസങ്ങളോ മടിയോ ക്ഷീണമോ എന്തൊക്കെ ഉണ്ടായാലും അതെല്ലാം കർത്താവിന് കൊടുത്തുകൊണ്ട്, കർത്താവിനെ വിട്ടുകൊണ്ട് കർത്താവിന് കൊടുക്കുമ്പോൾ അത് കർത്താവിൻ്റെതായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ കൊടുത്ത കർത്താവ് ഏറ്റെടുക്കും. വിശ്വാസത്തോടെ ഒന്ന് കൊടുക്കുക. കരങ്ങളടിച്ച് വിശ്വാസത്തോടുകൂടെ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് ആലപിക്കാം. കരങ്ങളടിച്ച് ആത്മാവായ ദൈവമേ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ആലപിച്ച് ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു.
ഈ നിമിഷത്തിന്റെ ജീവിതത്തിൽ അഭിഷേകത്തിന്റെ വീഴ്ച, ഈ നിമിഷം ഒരു കൃപയുടെ നിമിഷമാണ്. ശരീരത്തിൽ ട്യൂമറുകള്, ഗ്രോത്തുകള്, ഫൈബ്രോയിഡുകള്, സിസ്റ്റുകളുള്ള മകള്, തലയിലെ മുഴയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൗഖ്യം കിട്ടുകയാണ്. അതുപോലെ ട്യൂമറുകള്, ഗ്രോത്തുകള്, ഫൈബ്രോയിഡുകള്, സിസ്റ്റുകളുള്ള മക്കള് 7 പേരോളം സൗഖ്യം പ്രാപിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. സമുദ്ര രോഗങ്ങളുള്ളവര്, സമുദ്ര രോഗപീഠങ്ങളുള്ള മക്കള് ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുകയാണ്. കിഡ്നി സ്റ്റോണ്, കിഡ്നി സർജറികൾ പറഞ്ഞിട്ടുള്ളവര്, കിഡ്നി സംബന്ധമായിട്ട് രോഗപീഠങ്ങളുള്ള യൂറിനില്ലാതെ പോകുന്ന അവസ്ഥകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളത്. ഒന്ന് പ്രാർത്ഥിച്ചുള്ള 14 പേര് ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുക. ഒരു കുഞ്ഞിനെ കർത്താവ് കാണിച്ചു തരുമോ? പ്രയാസമുള്ള ഒരുപക്ഷെ ഇപ്പൊ കിടപ്പിലായി പോയ ആ വ്യക്തിയായിരിക്കാം, വീടിന് വെളിയിലേക്ക് വന്നാത്ത വ്യക്തിയായിരിക്കാം. കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. കാലുകൾക്ക് ബലക്കുറവ്, നടന്നു പെട്ടെന്ന് ഉരുണ്ടു വീഴുന്ന അവസ്ഥകളുള്ള വിശ്വകർത്താവ് ഏതാനും 4 പേരോളം സൗഖ്യം പ്രാപിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. എന്ന പേരുള്ള ഒരു മകന് ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കുന്ന സൗഖ്യം നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ഷൈല എന്ന പേരുള്ള ഒരു മകള് ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകള്, നെഞ്ചുവേദന, ചെസ്മയും വരുന്ന അവസ്ഥകളുള്ള മക്കള് ഈശോ ഇപ്പോൾ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. 14 പേരോളം സൗഖ്യം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. സ്ത്രീ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കളെ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. 9 പേരോളം ഫൈബ്രോയിഡുകള് അല്ലെ ബ്ലീഡിങ് ഈശോ സൗഖ്യം നൽകുന്നതായി 9 പേരോളം സർജറികൾ പറഞ്ഞിട്ടുള്ള 4 മരുന്ന് കഴിക്കുന്നവരാണ്. 9 പേരോളം സൗഖ്യം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. വിട്ടുമാറാത്ത തലവേദന, മൈഗ്രൈൻ അവസ്ഥയിലുള്ള മക്കള് ഇന്നിവിടെ വന്നപ്പോഴും നല്ല തലവേദന ഉണ്ട്. എന്നാലും ശുശ്രൂഷയ്ക്ക് വന്നതാണ്. തലവേദനയുള്ളവര്, മൈഗ്രൈൻ അവസ്ഥകൾ വരുന്നവര്, അല്ലെ ഓർമ്മശക്തി കുറവുള്ളവര്, ബ്രെയിൻ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 17ഓളം പേർക്ക് സൗഖ്യം കിട്ടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, ശ്വാസമണ്ഡല, അലർജി രോഗപീഠകള് വിശ്വകർത്താവ് സൗഖ്യം കൊടുക്കുന്നു. 21 പേരോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കഠിനമായ നടുവേദനയുള്ള മക്കള്, പുറം വേദനയുള്ള മക്കള്, കഴുത്തുവേദനയുള്ള മക്കള് 13 പേരോളം സൗഖ്യം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. തൊണ്ടയിലെ മുഴയുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ സൗഖ്യം കിട്ടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവ് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച മക്കളെ കൺവെൻഷന്റെ 5 ദിവസം 5 നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. വീട്ടിൽ നിങ്ങൾ പോയിട്ട് 5 കാര്യങ്ങൾ കടലാസിൽ എഴുതി നിങ്ങളുടെ ബൈബിളിൽ വെച്ചു. 5 നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം മക്കൾക്ക് പ്രാർത്ഥിക്കാം. ഇതുമായിക്കൊള്ളട്ടെ നിന്റെ നിയോഗം.
കഴിഞ്ഞ ദിവസം നമ്മൾ വചനത്തിൽ കേട്ടതുപോലെ ആകാശത്തോളം ഉന്നതം, പാതാളത്തോളം താഴ്ചയുള്ളത് എന്തു ആയിക്കോട്ടെ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എനിത്തിങ് യു ക്യാൻ ആസ്ക്. പരിശുദ്ധാത്മാവേ, ആഗ്രഹിച്ച മക്കളെ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ ഒപ്പം അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ഇടതും വലതും മുമ്പിലും പിമ്പിലും നിൽക്കുന്നവർ ഒരു അത്ഭുതകരമായ അഭിഷേകം ഈ വ്യക്തി സ്വീകരിക്കണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. വേദന നാളെ മുതൽ അത് യൂട്യൂബിൽ ശുശ്രൂഷ പങ്കുവെക്കുമ്പോൾ അനേകർ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ലോകമെമ്പാടും വിദേശ രാജ്യങ്ങളിൽ വിദൂര സ്ഥലങ്ങളിലും ഒക്കെ ഇരുന്ന് ഈ ശുശ്രൂഷയെ മക്കൾ പങ്കെടുക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് 10,000-ങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ എന്നെ നീ പരിശുദ്ധാത്മാവേ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ, ആത്മാവേ എന്നിൽ നീ 5 ദിവസങ്ങൾ കർത്താവേ കത്തിപ്പടരണമേ, മലയാണ് കർത്താവേ, ആത്മാവേ എന്നെ നീ നട്ടുപിടിപ്പിച്ച തീയായി നമ്മെ മാതാവേ നിന്റെ പൊന്നു മക്കൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്തുതി പറഞ്ഞ് നമുക്ക് വചനം കേൾക്കാൻ വേണ്ടി ഇരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇടതോട്ടും വലതോട്ടും ഒന്ന് നോക്കി സന്തോഷത്തോടെ സ്തുതി പറഞ്ഞേ. ഒരു 3 ഹല്ലേലൂയ വലതുകരം ഉയർത്തി. ഏറ്റവും ഒച്ചത്തിൽ ഹല്ലേലൂയ വിളിക്കുന്നവർക്ക് ഇരിക്കാം. സ്വരം കുറച്ച് വിളിക്കുന്നവർ നിന്നുകൊണ്ട് വചനം കേൾക്കും. ഒച്ചത്തിൽ വിളിക്കുന്നവർക്ക് ഇരിക്കാവുന്നതാണ്. 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളിരുന്നോ. അഭിവന്ധ്യ സെബാസ്റ്റ്യൻ തങ്കച്ചേരി പിതാവിൻ്റെയും അഭിവന്ധ്യ ജസ്റ്റിൻ മടത്തി പിതാവിൻ്റെ ആശീർവാദത്തോടെ, പിതാക്കന്മാരുടെ ആശീർവാദത്തോടെ നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുക. പ്രതികൂലങ്ങളിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. പ്രതികൂലങ്ങളിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാം അനുകൂലമാകുമെന്ന് നീ ഓർത്തു, നിന്റെ ജീവിതം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രതികൂലങ്ങളിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമേർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊടും തണുപ്പാന്നൊക്കെ വിചാരിച്ചു വന്നു. എനിക്ക് വിയർക്കുന്നു. തണുപ്പാന്നൊക്കെ വിചാരിച്ചു വന്നതാ. മഴയൊക്കെ പെയ്തിട്ടും ചൂട് നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 നമ്മുടെ വചനം ഇതായിരുന്നു. ഈ 5 ദിവസങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും ഈ വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കും. തിരുവചനം എങ്ങനെയാണ്? ദൈവം അവനെ അത്യധികം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ പറഞ്ഞേ ദൈവം, ദൈവം, അച്ഛനെ പറഞ്ഞേ ദൈവം, ദൈവം അവനെ അത്യധികം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 അതാണ് മരണം വരെ, അതേ കുരിശു മരണം വരെ അവൻ തന്നെ താഴ്ത്തി. പക്ഷെ ദൈവം അവനെ അത്യധികം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 നമ്മൾ വിശുദ്ധ അത്ഭുത കുരിശിന്റെ ചുവട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൽ ചുവട്ടിൽ എഴുതി വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ, അറിയില്ല 19-ാം നൂറ്റാണ്ടായിരുന്നു എന്ന്. എന്നോ ആരോ ഒരു നൊമ്പരത്തിന്റെ നിമിഷത്തെ കൊണ്ട് ഒരു കുരിശ് നാട്ടി. എന്നോ ആരോ ഒരു വല്ലാത്ത തകർച്ചയുടെ സമയത്ത് ഈ വഴിയോരത്തൊരു കുരിശ് കൊണ്ടുപോയി നാട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 2000 വർഷങ്ങൾക്ക് മുമ്പ്
മനുഷ്യൻ തകരുന്നത് കണ്ടിട്ട്, തളരുന്നത് കണ്ടിട്ട്, പരാജയപ്പെടുന്നത് കണ്ടിട്ട്, പടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് സ്വർഗത്തിൽ നിന്ന് പൊന്നു തമ്പുരാൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു മരം നട്ടുപിടിപ്പിച്ചു. ആ മരത്തിന്റെ പേരാണ് കുരിശുമരം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തില് ഒരു മരത്തിന്റെ കഥ പറയുന്നുണ്ട്. നമുക്ക് കുരിശെന്ന് തന്നെ തുടങ്ങാം. ഇന്ന് ഒരു മരത്തിന്റെ കഥ പറയുന്നുണ്ട്. മരത്തെ തൊടലെന്ന് പറഞ്ഞിട്ട് മരത്തെ തൊട്ടത് ഒരു കഥ പറയുക. 3-ാം അധ്യായത്തിൽ പറയുക, തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു മരം. ആ മരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ മരത്തിന്റെ ഫലം കഴിച്ചാൽ നിത്യജീവൻ കിട്ടും. ആ മരത്തിന്റെ ഫലം കഴിച്ചാൽ നിത്യതയിലേക്ക് എത്തുന്ന ഒരു മരം. 2, ആ മരത്തിന്റെ ഫലം കഴിച്ച നന്മ തിന്മകൾ തിരിച്ചറിയുക. പിന്നെ നന്മ എന്താണ്, തിന്മ എന്താണ്, ജ്ഞാനം കിട്ടുന്ന മരം. ജ്ഞാനം കിട്ടുന്ന മരം, ജീവൻ കിട്ടുന്ന ഒരു മരം. ഇതാ പർദീസായില് ഏദൻ തോട്ടത്തിന്റെ നടുക്കുണ്ടായിരുന്നു. അന്ന് മനുഷ്യൻ അബദ്ധം കാണിച്ച മരത്തെ തൊട്ടു. ദൈവമക്കളെ, വിശുദ്ധ കുരിശ് ഇതാ നിത്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന, ജീവൻ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ദൈവം സ്വർഗത്തിൽ, ദൈവത്തിന്റെ നൊമ്പരമായിരുന്നു ഇത്. പർദീസായിൽ നിന്ന് പടിയിറക്കി വിടുന്ന ആദത്തിന്റെയും ഹവ്വായുടെയും കഥ നമുക്കറിയാം. ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളിൽ നിന്ന് പടിയിറക്കപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലില്ലേ? നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു, ഒന്ന് ബയോപ്സിക്ക് എടുക്കണം കേട്ടോ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ സഹോദരി ട്രഷറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മകളുടെ കഥയെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെമ്മറി കട്ടായി പോവുക, മെമ്മറി കട്ടായി പോയിക്കൊണ്ടിരിക്കുക. ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് 2 മാസം മുമ്പ് ഒരു കുഴപ്പമില്ല ആൾക്ക്. ചെന്നു ഡോക്ടറെ കണ്ട്. ഡോക്ടർ പറഞ്ഞു, ഇത് ബയോപ്സിക്ക് കൊടുക്കണമല്ലോ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ക്യാൻസർ വാർഡിലേക്ക് മകൾ പോവുക. 2 മക്കളുടെ അമ്മ. ഒരു 40 വയസ്സ് 45 വയസ്സ് പ്രായം. അവളെ വിളിച്ചെല്ലുക. അവിടെ ചെന്ന് ഡോക്ടറെ എഴുതി കൊടുത്തു, ഹൈ ഗ്രേഡ് ഗ്ലയോമ. ഹൈ ഗ്രേഡ് ഗ്ലയോമ എന്ന് വെച്ചാൽ ആഞ്ഞു പടരുന്ന ഒരു പ്രത്യേക തരം ട്യൂമറായി മകളുടെ തലയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സെക്കൻഡ് മതി മക്കളെ. പാട്ടുപാടാ ഇവർ പാട്ട് പാടുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഒന്ന് താളം തെറ്റിയാൽ, ഒന്നീണം മാറിയാൽ ആ പാട്ട് അവിടെ തീരുക. അവിടെ ആ പാട്ട് തീരുക. മനുഷ്യ ജീവിതത്തിൻ്റെ ഈണവും താളവും ഒക്കെ ദൈവമക്കൾ ഇതുപോലെ പഴയ നിയമത്തിലെ ആ മരം ദൈവം കൊണ്ടുവന്ന് ഈ കുട്ടിക്കാനം മലഞ്ചെരുവി കൊണ്ടുവന്ന് ദൈവം ആ മരം കൊണ്ടുവന്ന് സ്ഥാപിച്ചു വെച്ചിരിക്കുക. ജീവൻ തരുവേ മരം. നിങ്ങൾ കേട്ട കഥ എനിക്കറിയാം. ഞാൻ കേട്ടിട്ടുള്ള കഥ പറയാം. നിങ്ങളാരും പറഞ്ഞെന്ന കഥയില്ലത്. ഈ മലമടക്കുകളിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോ ഈ കുഞ്ഞ് അവിടെ ആശുപത്രിയില്ല, പെരുവേണ്ടി പോകണം. അല്ലെ, എനിക്ക് നേരപ്പാക്കാൻ അങ്ങനെ ചെറിയ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു തോന്നുന്നു, അറിയില്ല. പ്രായമുള്ള ആരെയും ഞാൻ കാണുന്നില്ല ഈ കൂടുതൽ. അന്ന് കൊണ്ടുവന്നത് ഈ കുരിശന്റെ ചവിട്ടില്ല. വാവിട്ട് നിലവിളിച്ചു കൊണ്ടിരുന്ന കുഞ്ഞ് ഈ കുരിശത്തൊടുമ്പോഴത്തേന് ആ കുരിശത്തൊടുമ്പം ആ കുഞ്ഞ് ജീവനിലേക്ക് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊരു തീർത്ഥാടന കേന്ദ്രത്തിലിരുന്നു നമ്മൾ വചനം കേൾക്കുന്നത്. അത്ഭുത കുരിശിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ തിരുവചനം കേട്ടു. ആ തോട്ടത്തിന്റെ നടുക്കുള്ള മരം, ആ മരം അത് കുരിശുമരമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നടന്നു ആ മരത്തിലേക്ക്. അവൻ നടന്നെടുത്ത് ആരും അവനെ തള്ളിവിട്ടതൊന്നുമല്ല. അവൻ ആ മരത്തിലേക്ക് നടന്നു. നമ്മൾ യാത്രയുടെ കഥയാണ് ഈ 5 ദിവസവും ധ്യാനിക്കാൻ പോകുന്നത്. ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യർ. സിനഡിന്റെ കാലമാണ്. ഒന്നിച്ച് ഓതോസ് വഴിയിൽ. ദൈവമക്കളെ, വഴിയിൽ നടക്കാത്തവരൊന്നും ലക്ഷ്യത്തിലെത്തത്തില്ല കേട്ടോ. വെറുതെ കുത്തിയിരിക്കുന്നവരോട് ഇരുന്നിട്ടേ പോ. ഞാൻ പറയും, വിചാരിക്കും ഈ ചേച്ചിയുടെ കയ്യും കാലും തളരരുത് കേട്ടോ അമ്മച്ചി. അമ്മച്ചിയുടെ കയ്യും കാലും തളരത്തില്ല. തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരുടെ കൈപ്പത്തി തളരത്തില്ല നിയമം ബാക്കിയുള്ളവരുടെ. കാരണം ബാക്കിയുള്ളവരുടെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ സ്തുതിച്ചുകൊണ്ടിരുന്നത്. ഈ അമ്മച്ചി തുള്ളിച്ചാടി, അമ്മച്ചി മറന്ന്. ഈശോയുടെ നാമത്തിലാണ് പറയണത്. ആൾക്കാരെ നിന്നുകൊണ്ടാ പറയണേ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അമ്മച്ചി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ എപ്പോഴും നിങ്ങൾ ഇടവപ്പള്ളി പോയി തുള്ളാനൊന്നും പറ്റത്തില്ല, ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല.
ഈ കൂടാരം വർഷത്തിലൊരിക്കല് കൂടാരം ഇവിടെ ഒരുങ്ങുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മള് ലെറ്റ്സ് യുവർ ലെറ്റ്സ് മൂവ്. നിന്റെ പാദങ്ങൾ ചലിക്കാതെ തീർത്ഥാടനങ്ങളുടെ സാക്ഷികളെ പിരിമേഡ് സോണുകാര്. വിമലഗിരി തീർത്ഥാടനത്തിൽ ഏറ്റവും ശക്തമായി തീർത്ഥാടനം പറ്റി മലമുകളിൽ നിന്ന്. ഇവിടെ വന്നിട്ടുള്ളവരറിയാം, അവര് പിന്നെ വരാതിരിക്കത്തില്ല. ഇവിടെ നിന്ന് വന്നിട്ടുള്ളവരൊക്കെ അറിയാം, പിന്നെ അവർ ഒരു തീർത്ഥാടനം, ഒരു അനുഗ്രഹത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്ര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബൈബിളിൽ മുഴുവൻ കാണുന്ന ഈ ഒരു തീർത്ഥാടനത്തിൻ്റെതാ. സങ്കീർത്തന പുസ്തകം അമ്മച്ചിയുടെ കാര്യം ഓർത്ത് അമ്മച്ചിക്ക് എൻ്റെ ഡാൻസ് കളിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനോർത്തു ദാവീദാണ് ബൈബിളിലെ ഏറ്റവും നന്നായിട്ട് ദൈവത്തെ ആരാധിച്ചിട്ടുള്ള വ്യക്തി. ദാവീദാണ് നൃത്തം ചെയ്ത് എല്ലാം മറന്ന്, ഉടുതുണി പോലും മറന്ന് ദൈവത്തിന്റെ മുമ്പിൽ വാഗ്ദാന പേടകത്തിന്റെ മേൽ നൃത്തം ചെയ്ത്, വേറൊന്നുമില്ല, എന്റെ പിതാവിനെ, എന്റെ ദൈവത്തെ, യഹോവയെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്ത ദാവീദ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ മനുഷ്യൻ പറഞ്ഞതൊക്കെ പുസ്തകമായി, പുസ്തകമായി, സങ്കീർത്തന പുസ്തകം. ദാവീദിന്റെ കിന്നരമാ സങ്കീർത്തന പുസ്തകം. അയാൾ പാപം ചെയ്തിട്ട് കരഞ്ഞൊന്നും എഴുതി വെച്ചിരിക്കുക. ബൈബിളില് എഴുതി വെച്ചത് ബൈബിളിലെ സെന്റർ 51 സങ്കീർത്തനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, അവന്റെ വേദനകള്, അവന്റെ സങ്കടങ്ങള് എഴുതി വെച്ച് 122 സങ്കീർത്തനം നമുക്ക് വെറുതെ നോക്കാം. നാമുഖമായിട്ടൊന്നുള്ള ചിന്തകള്. 122 സങ്കീർത്തനത്തില് ഇതാ പറയുക, കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. We rejoiced when we heard them say, let's go to the temple of the Lord. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് എന്തൊരു ആനന്ദമാണ്, എന്തൊരു അഭിഷേകം. അച്ഛമ്മ, ജെറൂസലേമിലേക്കുള്ള യാത്ര, സ്വർഗത്തിലേക്കുള്ള യാത്രയില്ല മക്കളെ. നമ്മള് സ്വർഗത്തിലേക്കുള്ള യാത്ര നമുക്ക് തെറ്റിപ്പോകുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളിലേക്ക് യാത്ര മാറിപ്പോകുന്നുണ്ട്, വഴിമാറിപ്പോകുന്നുണ്ട്. കുമളി വഴിക്ക് പോയി അങ്ങോട്ട് പോകത്തേ ഉള്ളൂ, തിരിക്കണം. കട്ടപ്പന വഴിക്ക് വണ്ടിയെടുത്ത് ഞാൻ ഇന്നലെ അന്തോണിസിനെ പള്ളി പറഞ്ഞു, കുട്ടിക്കാനത്ത് വന്നിട്ട് കട്ടപ്പന റൂട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറൂസലേം ഇതാ നന്നായി പണിതുയർത്തിയ ജെറൂസലേം ഇതാ നിന്റെ കവാടത്തിനുള്ളിൽ ഞങ്ങൾ എത്തിയിരിക്കുക. ദൈവമക്കളെ, കർത്താവിന്റെ കാരുണ്യത്തില്, കർത്താവിന്റെ കവാടത്തിനുള്ളില്, കർത്താവിന്റെ കവാടവും കാരുണ്യ, കർത്താവിന്റെ ചങ്കാമക്കളെ, അവന്റെ ഹൃദയവാ. കുരിശിൽ അവനെ ചങ്കു കുത്തിപ്പൊളിച്ചെന്നൊക്കെ യോഹന്നാൻ എഴുതി വെച്ചത് സ്നേഹത്തിന്റെ സുവിശേഷകം മാത്രമേ. എന്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇയാൾക്ക് എന്ത് പറ്റിയത്? ബാക്കിയുള്ളവരൊന്നും കാണാത്തത്, ബാക്കിയുള്ളവരൊന്നും എഴുതാത്ത ഇയാളെന്താ എഴുതി വെച്ചിരിക്കുന്നത്? അയാൾ എഴുതി വെച്ചത് ആ ഹൃദയം എന്താന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഹൃദയത്തിന്റെ വാതിലും മലക്ക് തുറന്നിടുന്നത് അയാൾ കണ്ടായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 137 സങ്കീർത്തനമുണ്ട്. മനോഹരമായിട്ടുള്ള മറ്റൊരു സങ്കീർത്തനമാണ്. ബോണിയമ്മിന്റെ ഒക്കെ വലിയ പാട്ടാ. ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ. ബാബിലോൺ നദീതീരങ്ങളിൽ ഇരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവങ്ങൾ ഈ 5 ദിവസങ്ങള് സ്വർഗത്തെ ഓർത്ത് കരയാൻ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെയും വാഗ്ദത്ത ദേശത്തെയും ഒക്കെ ഓർത്ത് കരയാനായിട്ട്, നിലവിളിക്കാനായിട്ട് തമ്പുരാൻ തന്നിരിക്കുന്ന സമയമാണ്. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം ഞങ്ങൾ തൂക്കിയിട്ട് പാടില്ല. അശുദ്ധ മണ്ണിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. വിജാതീയ മണ്ണിൽ നിന്ന് യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വരണം. യഹൂദൻ എന്നും ഒരു ദേവാലയമല്ലെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്റെ പേര് യഹൂദൻ എന്നാ. ഒരു പള്ളി പണിയാനൊന്നും അവന് ബുദ്ധിമുട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞിരിക്കുന്നത് മിശിഹ വന്നിട്ട് the Messiah will come and rebuild the temple. Hallelujah. മിശിഹ പണിയുന്നൊരു ദേവാലയം, മിശിഹ പണിയുന്നൊരു ദേവാലയമുണ്ട് മക്കളെ. നാട്ടുകാർ പണിയുന്ന ദേവാലയം, അച്ഛൻ പണിയുന്ന ദേവാലയമല്ല, കർത്താവ് പണിയുന്നൊരു ദേവാലയം. അവൻ കാത്തിരിക്കുക. ശരിക്കും അവനൊക്കെ വിശ്വാസം സംബന്ധിക്കണ്ടേ? They still believe that the Messiah will come and build the temple. ഹല്ലേലൂയ. തന്റെ ഉണ്ടോ വീട് ഒരേക്കർ സ്ഥലം വാങ്ങിച്ച് പള്ളി ദൈവം വന്ന് പണിയിട്ടെന്ന് പറയാൻ വേണ്ട? ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് ദൈവം വന്ന് വീട് പണിയിട്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? മക്കള്, വിശ്വാസം നമ്മളെ വെല്ലുവിളിക്കുന്നതാ, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാ, നമ്മുടെ സമാധാനം കെടുത്തുന്നതാ.
ഹല്ലേലൂയ. പലതിനും ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നത് കേട്ടു. ചേച്ചി സാക്ഷ്യം പറയുന്നത് കേട്ടു. താഴെ നിങ്ങളുടെ കയറുന്നതാ. വിപുലീനയുടെ താഴെ മറ്റോ താമസിക്കുന്ന മറ്റവർ പറഞ്ഞത്. വീടില്ലായിരുന്നു, കൂടില്ലായിരുന്നു, ഇടമില്ലായിരുന്നു. അവരും വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ദർശനം പറഞ്ഞു, നിനക്ക് വീടുണ്ടാകാൻ പോവുക. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന സമ്പത്ത് ജോലിയുള്ളവന് വീടില്ല, പിന്നെയാ കൂലിപ്പണിക്കാരിക്ക് വീട് കിട്ടാൻ പോണേ. അവളെ ഇന്നലെ പറഞ്ഞ സാക്ഷിയാണ്, യൂട്യൂബിൽ കേട്ട് കാണും, നിങ്ങൾക്ക് നോക്കിയാൽ മതി. കോട്ടയം സെയിൻറ് ആനീസ് ആ ചേച്ചി പറയുക, ദൈവം ഇടപെടുക. മനോഹരമായിട്ടുള്ളൊരു വീട്, അത്ഭുതപ്പെടുത്തുന്നൊരു വീട്. കഴിഞ്ഞ ജനുവരി മാസം 7-ാം തീയതി ചൊവ്വാഴ്ച, നോക്കിയോ ഡേറ്റ് അവർ പറഞ്ഞ് എൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ്. ജനുവരി 7 ചൊവ്വാഴ്ച അവരുടെ വികാരി ചെന്ന് അവരുടെ മനോഹരമായ വീട് വെഞ്ചരിച്ചു കൊടുത്തു. വിശ്വസിക്കുന്നത് മാത്രം കൈയടിച്ചു മാത്രം കൊടുത്തോ. കായ നോക്കുന്ന പോലെ കൈയടിച്ചു മാത്രം കൊടുത്തു. വാടക വീട്ടിൽ താമസിക്കുക ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് കൈയടിച്ചു മക്കളെ. വാദം ആണെങ്കിൽ നന്നായിട്ട് കൈയടിക്കണം. നന്നായിട്ട് കൈയടിക്കുക താനും മാത്രം കൊടുത്തേ. ഹല്ലേലൂയ. നമ്മള് വിശ്വാസം എന്ന് പറഞ്ഞ ഈ ഒരു അനുഭവം. വിശ്വാസം എന്ന് പറഞ്ഞാല് അവിടെ തിരി കത്തിക്കുന്നതല്ല, ചങ്കി തീ വന്നിട്ട് തിരികത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തിരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അനുഭവത്തിന് വില വിശ്വാസം. തീപ്പെട്ടി കൊണ്ട് തിരികത്തിക്കുന്ന വിശ്വാസം അല്ല മക്കളെ. ചങ്കിൽ നിന്ന് തീ വരുമ്പോഴ് എന്റെ കയ്യിൽ തിരിയാൻ കത്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനുള്ള പോഷത്തലത്തിന്റെ പേരാണ് വിശ്വാസം. ഒരു ഹല്ലേലൂയ ആരെങ്കിലും പറയുന്നു വിചാരിച്ചു മലയെ വന്നിട്ട്. ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ വിളിക്കുകയായിരുന്നു. ഇന്നലെ ചൊവ്വാഴ്ച രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കൂക്കായിരുന്നു. കർത്താവിന് വേണ്ടിയാ. നിങ്ങൾക്ക് ഈ 1 മണിക്കൂറിലൊന്ന് കൂവാൻ മേല എൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് ഹല്ലേലൂയ വിളിച്ചേ. അച്ഛത്തെ വിളിക്കും മക്കളെ. When you do extraordinary things, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാത്തതിന് കാരണം അറിയാവോ? We do ordinary things. സാധാരണ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. When you do exceptional things, പാതിരാക്കി എഴുതിട്ട് മുട്ടാകുത്തിട്ട് കയ്യുമ്പ് കളിച്ചു സ്വന്തത്തോട്ട് വിളിച്ചെന്നാ പറയണേ. 3 മണിക്ക് തണുപ്പ് പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എഴുന്നിട്ട് 3 മണി നേരത്തിതാ കർത്താവിന്റെ സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ പണിക്കുവാന്ന് പറഞ്ഞു എഴുന്നേറ്റ് മുട്ടാകുത്തി സ്വന്തത്തിലേക്ക് കൈ വിളിച്ചു. God came down. ദൈവം ഇറങ്ങി വരും. When you do extraordinary things, നിനക്ക് സാധ്യമല്ലാത്ത കാര്യം, നിനക്ക് സാധാരണമല്ലാത്ത കാര്യം. ഈ നോമ്പുകാലം അതിനുള്ള മക്കളെ. വിശന്നവ മുമ്പിൽ എന്ത് കിട്ടിയാലും വാരി തിന്നത്തില്ലേ? മനുഷ്യരെ പോലും തിന്നിട്ടുണ്ടെന്നാ പറയണേ. ദേശത്ത് വരൾച്ച വന്നു, കഴിക്കാനൊന്നുമില്ല. മരിച്ചു വീഴുന്നവരെ തിന്ന ചരിത്രം ഈ ലോകത്തിലുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മഴ പെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, കഴിക്കാനൊന്നുമില്ല. മണ്ണുവാരി എന്തോരാ തിന്നുന്നേ. അപ്പം നോക്കും ദേ കിടക്കുന്നൊരു മനുഷ്യൻ. ഞാൻ ചുമ്മാ കഥയുണ്ടാക്കി പറയൂല കേട്ടോ. ദൈവമക്കളെ, കടന്നുപോയൊരു കാലങ്ങൾക്ക് അച്ഛൻ ഓർപ്പിച്ചില്ലേ? കഴിഞ്ഞുപോയ കാലങ്ങളും കടന്നുപോയ കാലങ്ങളുമൊക്കെ. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ കിടന്ന കല്ല് രുചിച്ചാൽ അത് അപ്പത്തിന് രുചി ഉണ്ടായിരുന്നു പറയണം കേട്ടോ. കർത്താവ് പൊട്ടനൊന്നുമല്ല. ആ കല്ല്, അവിടെ കിടക്കുന്ന കല്ലെടുത്ത് രുചിച്ചാല് അതിന് അപ്പത്തിന് രുചിയുണ്ട്. ബിസ്ക്കറ്റ് പോലെ അത് വായിൽ പൊടിയും. കർത്താവ് മണ്ടനൊന്നുമല്ല. That had a taste. അത് അത്രയ്ക്ക് മാർദ്ദവമുള്ളതാ, സ്മൂത്താ. എടുത്ത് തിന്നാല് അത് കർത്താവും കൂടി അപ്പം ആയേനെ അത്. ഹല്ലേലൂയ. വിശപ്പിന്റെ മുമ്പിൽ അപ്പാന്ന് സ്വർഗ്ഗത്തെ നോക്കി വിളിക്കണം. മുമ്പിൽ വിളമ്പിയിട്ടിരിക്കുന്ന വിരുന്നിന്റെ മുമ്പില് നോയമ്പെന്നൊക്കെ പറഞ്ഞ അതാ മക്കളെ. കൈയും കൂപ്പി മുകളിലോട്ട് നോക്കി, അപ്പാ നിന്റെ വചനമാ അപ്പാ എന്റെ അപ്പം, നിന്റെ വചനമാ അപ്പാ എന്റെ അപ്പം. ഹല്ലേലൂയ. നീ ഈ സാധാരണ അപ്പം നിന്ന് നിനക്ക് കൊളസ്ട്രോൾ പിടിക്കും, നിനക്ക് ഷുഗർ പിടിക്കും, നിന്റെ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവും, നിന്റെ ഹാർട്ട് അടഞ്ഞു പോകും. പക്ഷേ സ്വർഗം തരുന്ന സ്വർഗത്തിന്റെ അപ്പം നിന്ന് എന്റെ പൊന്നുക്കുട്ട നിന്റെ ശരീരത്തിലേക്ക് ഒരു രോഗവും കയറി വരില്ല. ഹല്ലേലൂയ. When you do extraordinary things, ആരുമായിക്കൊള്ളട്ടെ വചനം കേൾക്കുന്ന വ്യക്തി, if you are ready, ജീവിതത്തിൽ മുന്നോട്ടൊരു ചുവട് വെക്കാൻ നീ ഒരുക്കമാണെങ്കിൽ, മുന്നോട്ടൊരു
കടന്നു വരുന്ന പറഞ്ഞ് 9 നിർത്തിയില്ലേ മൈക്ക് ഓഫ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. 8 മണിയായി. ഹല്ലേലൂയ. 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 നമുക്ക് നോക്കാം, വെറുതെ ഒന്ന് നോക്കാം. ഒരു മനുഷ്യൻ 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. നമ്മൾ യാത്രയുടെ കഥയാണ്. ബൈബിളിൽ ഒരുപാട് യാത്രയുടെ കഥകളുണ്ട് കേട്ടോ. യാത്രയുടെ കഥ വേണമെങ്കിൽ ആദ്യത്തെ കഥ എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. അത് വായിക്കുന്ന നല്ലതാണ്. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പാപം എന്നൊക്കെ പറയുന്നത് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ പാരഡൈസ്. ചിന്തിച്ചിട്ടുണ്ടോ? സാരമില്ല എന്ന് വെക്കുന്ന പാപമെന്ന് പറയുന്നത് പകുതീസായിട്ട് വെളിയിലിറക്കുന്ന ആളുകളെ. പകുതീസായ നിനക്ക് നഷ്ടപ്പെട്ടത്. കുമ്പസാരിക്കാൻ ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ കുമ്പസാരിക്കണം എനിക്ക് പച്ചപ്പാതിരായിക്ക്. ഞാൻ നോക്കുക, കോവിഡിൻ്റെ സമയത്ത് ഒരു മനുഷ്യൻ വന്ന് എൻ്റെ അടുക്കൽ പച്ചപ്പാതിലേക്ക് വന്ന് കയറിയിരിക്കുക. ഞാൻ വാതിലേക്ക് അടച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ വള്ളിക്കാത്തിരിക്കുക. വേറെ അങ്ങോട്ട് പോകാനാ. ആകപ്പാടെ മനുഷ്യന്മാരൊന്നും പിന്നെ കാണാൻ പറ്റുന്നൊരു പരിശുദ്ധ വിമലഗിരി മാതാവ് കത്തീഡ്രലിലാണ് മിക്കവാറും താമസിച്ചത് കോവിഡിൻ്റെ കാലത്ത്. ഞാനങ്ങനെ നിൽക്കുമ്പോൾ ആരോടെ ഒന്ന് വാതിലേക്ക് കൂട്ടി. ഞാൻ പറഞ്ഞ പോലീസുകാരാണോ? പള്ളി തുറക്കാൻ പാടില്ല നിയമമുണ്ട്. നിങ്ങൾ കണ്ടാണ് അഭിയുവിൻ്റെ പിതാവ്. നമ്മുടെ ഓശാന ഞായറാഴ്ച സെക്രട്ടറി അച്ഛനും ഉണ്ടായിരുന്നു. പിന്നെ കത്തീഡ്രലിൽ ഞാനും ഉണ്ടായിരുന്നു, പിതാവും ഉണ്ടായിരുന്നു. ഞങ്ങൾ പാട്ട് പാടുന്ന സിസ്റ്റർ മൂലയ്ക്ക് അങ്ങോട്ട് ഒളിച്ചിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ വന്ന് കത്തീഡ്രലിൽ. അങ്ങനത്തെ ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയതൊക്കെ നമുക്ക് ധ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു കാലത്തിലേക്ക് പോവുക. കഴിഞ്ഞ ദിവസം ആരാണ് എനിക്ക് അയച്ചു തന്നു, ടി വിയിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് പാട്ടും പാടി ഓലയൊക്കെ വീശി ഇങ്ങനെ കടന്നു വരിക. ഹല്ലേലൂയ. നോക്കിക്കേ, കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലടിക്കാൻ. നോക്കിയേ, സ്വർഗ്ഗത്തിൽ ഇരുന്ന കഴിഞ്ഞ ദിവസം മോശയുടെ കഥ പറയുന്നുണ്ടല്ലോ. പറവോടെ കൊട്ടാരത്തിലിരുന്നതാ. ഇറങ്ങി തെക്കും മുടക്കം നടക്കുക. ആടിനെ തിരിച്ചുണ്ട്. നമ്മളെ പാപത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഡിമെൻഷൻ കണ്ടെത്തിയാലേ. ഹല്ലേലൂയ. മനുഷ്യനെ പുറത്താക്കി ആദ്യത്തെ ആദത്തിന്റെയും ഹവ്വായുടെയും ഒന്നാമത്തെ മനുഷ്യന്റെ കഥയിൽ പറയുന്നത്. ആദ്യത്തെ ആദവും ഹവ്വായും പർദീസാ വിട്ട് പുറത്ത് ഒരു യാത്രയാ. മാനവ ചരിത്രത്തിന്റെ യാത്ര ഇവിടെ ആരംഭിക്കുക. മാനവ ചരിത്രത്തിന്റെ യാത്ര അവസാനിക്കുന്നത് രണ്ടാമത്തെ ഒരു ആദമുണ്ടായി, രണ്ടാമത്തെ ഒരു ഹവ്വായുണ്ടായി. അവര് ചെന്ന് സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് ഇതാ മനുഷ്യന്റെ യാത്ര, സ്വർഗം ഇറങ്ങി വരുന്ന ഇതാ എന്റെ കണ്ണുകൾ കാണുന്നു. ഒരു പുതിയ ആകാശമാണല്ലോ ഇത്, ഇതൊരു പുതിയ ഭൂമിയാണല്ലോ. ഇതുവരെ ഞാൻ നടന്ന മണ്ണല്ലല്ലോ ഇത്, ഇന്നലെ വരെ ഞാൻ നോക്കിയ ആകാശമല്ലല്ലോ ഇത്. 5 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യമായി പറയണേ. ദൈവകുഞ്ഞെ, നീ നടന്ന മണ്ണ് മാറാൻ പോവാ, നീ ജീവിച്ച ഭൂമി മാറാൻ പോവാ, നിന്റെ ആകാശം മാറാൻ പോവാ, നിന്റെ ചിന്തകൾ മാറാൻ പോവാ, നിന്റെ സ്വപ്നങ്ങൾ മാറാൻ പോവാ, നിന്റെ ആഗ്രഹങ്ങൾ മാറാൻ പോവാ, നിന്റെ പ്രതീക്ഷ മാറാൻ പോവാ, നിന്റെ ആരാധന മാറാൻ പോവാ. പറഞ്ഞേ ഹല്ലേലൂയ. വലുതേലമത്തെ ഹല്ലേലൂയ, വലുതേലമത്തെ ഹല്ലേലൂയ. യാത്ര, നീ കായേന്റെ യാത്രയാണ് ഞാൻ വായിക്കുന്ന നേരമില്ല. 12-ാം അധ്യായത്തില് when somebody does an extraordinary thing. അബ്രഹാം, നല്ല കാശുകാരൻ്റെ മോൻ്റെ പേര് അബ്രഹാം. നല്ല കാശുകാരനാ. തേരാഹ് നാട്ടിൽ നല്ല കച്ചവടക്കാരനാ. ഇഷ്ടംപോലെ കാശുണ്ടായിരുന്നു. ദൈവം വിളിച്ചു, വാ ഇറങ്ങി വാ. എന്തിൻ്റെ കുറവ് അബ്രഹാമിനുണ്ടായിരുന്നത്? ഒന്നിൻ്റെയും കുറവില്ലായിരുന്നു ഈ മനുഷ്യന്. നമ്മൾ അസീസിലെ ഫ്രാൻസിസ് പുണ്യാളെ കേൾക്കുന്നത് അതുപോലത്തെ ഒരു അബ്രഹാം. ദൈവം വില കൊടുത്തൊക്കെ നിൽക്കുന്ന മനുഷ്യര് ഇത് അബ്രഹാത്തെ വിളിച്ചപ്പാ, അത് വിട്ടേര്, ആ തോട്ടം വിട്ടേര്, ആ വരുമാനമാർഗം വിട്ടേര്, ആ ബാങ്ക് അക്കൗണ്ട് വിട്ടേര്. ഉടുതുണി പോലും ഊരിക്കളഞ്ഞാല് സ്വർഗത്തിലേക്ക് നോക്കാം. അപ്പാ ദൈവമക്കളെ, ഭൂമിയുടെ സന്തോഷങ്ങളും ഭൂമിയുടെ ആനന്ദങ്ങളും ഒക്കെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ ആനന്ദങ്ങളും സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളും ഒക്കെ നമ്മളെ എന്തുമാത്രം ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നറിയോ? ഫ്രാൻസിസ് പുണ്യാളൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിട്, ലീവ് ഇറ്റ്. അതിനെ ഉപേക്ഷിച്ചിട്ട് ഞാൻ കാണുന്ന വഴിയിലേക്ക് വരിക. എന്തു പറഞ്ഞു? ഐ വിൽ മേക്ക് യു എ ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹമാകാൻ പോവാ. ദൈവമക്കൾ ഓർത്തു,
നിങ്ങൾ ഈ 5 ദിവസം ഈ തണുപ്പും പിടിച്ച് ഈ മലമുട്ടി വന്ന് കുത്തിപ്പിടിച്ചിരിക്കുമ്പോ കർത്താവ് നിങ്ങളുടെ കാതുകളിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ പറയാൻ പോവാ. ഈ രാത്രി കിടന്നുറങ്ങുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പോവാ, I am going to make you a blessing. I am going to make your family a blessing. മാറുമക്കളെ, അടിമുടി മാറി നോക്കിയോ, അടിമുടി മാറാൻ പോവാ കുടുംബം. ഹല്ലേലൂയ. ഇന്നലെ ഒരു അച്ഛൻ്റെ അപ്പൻ സാക്ഷ്യം പറയാൻ വന്നായിരുന്നു സെന്റ് ആന്റണീസിൽ. അച്ഛൻ്റെ അപ്പൻ സാക്ഷ്യം പറഞ്ഞു. അച്ഛൻ്റെ അപ്പൻ പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ പള്ളിയിൽ പോകും അവളുടെ കൂടെ, അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അമ്മയും ദൂരെ നിന്നാണ് വരുന്നവർ, അന്തോണീശ്വരൻ പള്ളി വരുന്നതാ. ചേച്ചി പറയും ഇടിച്ചിട്ട് കൈപൊക്കിടൂ, കൈപൊക്കി കേട്ടാ കൈപൊക്കി കേട്ടാ. ചേട്ടൻ കൈപൊക്കുമോ? ചേട്ടൻ കൈപൊക്കൂല, ചേട്ടൻ കൈപൊക്കില്ല. കൈപൊക്കാതെ പ്രാർത്ഥിച്ച് ദൈവം കേട്ടാ മതി. കൈ പൊക്കാതെ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടാ മതി. ദൈവങ്ങളെ ആ അപ്പച്ചൻ പറയുമായിരുന്ന ഒരു ദിവസം കൈയുടെ ഈ തോളങ്ങോട്ട് ഊരിപ്പോയി, തോളൂരിപ്പോയി. പള്ളി വന്ന് ഇങ്ങനെ നിൽക്കുക, പ്രാർത്ഥനയാണ്. ചേട്ടായി പറയുക, തിരിച്ച് ഞാൻ ചെന്നിട്ടെ ചേച്ചിയുടെ നൊവേന പുസ്തകം തട്ടി മാറ്റി, അടിച്ചു മാറ്റി. ഒറ്റയ്ക്ക് പോയിരുന്ന 13 നൊവേനയും എല്ലാം തുടങ്ങിയിരിക്കുക. കാരണം ഈ സാക്ഷ്യം പറയുന്നവരൊക്കെ പറയുന്നത് 13 നൊവേനയും ഇല്ലപ്പോഴത്തേന് അത്ഭുതം നടന്നെന്നാ. എന്തായാലും നോക്കിയേക്കാം. എളിമയോടെ ഇന്നലെ ആ അപ്പനും അമ്മയും കൂടെ ആൾത്താരെ വന്നിട്ട് സാക്ഷ്യപ്പെടുത്തിയ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഇന്നിടുമായിരിക്കും. ദൈവം പൈതലേ, when you do something extraordinary. ഇതെന്നെ പതിവല്ലെന്നേ, 11 നൊവേനയൊക്കെ ചൊല്ലണൊക്കെ ദൈവത്തിൻ്റെ ചെവിയേക്കത്തില്ലേ? ഓർമ്മയില്ലേ? ദൈവനെ മറന്നുപോയോ? when you come out of your way, മക്കളെ, നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നീ യാത്ര ചെയ്യുമ്പോ, നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് നീ ഒരു യാത്ര ചെയ്യുമ്പോ പറയാം, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും. അബ്രഹാം ഇറങ്ങിത്തിരിക്കാം. മുഴുവൻ വായിക്കാൻ നേരമില്ലല്ലോ. പിതാവ് പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് വായിക്കാൻ വേണ്ടി തരിക. 75 വയസ്സും ആയോണ്ട് 75 വയസ്സും ആയോണ്ട് വീട് വിട്ടിറങ്ങുക. അപ്പൻ്റെ സ്വത്തെല്ലാം വിട്ടിട്ട് ഈ മനുഷ്യൻ ഇറങ്ങുക. ഒരു പട്ടിയെ പോലെ ദൈവമെന്ന യജമാനന്റെ പിന്നില് വാലാട്ടി ഒരു പട്ടിയെ പോലെ അബ്രഹാം നടക്കുക. ഇട്ട് തട്ടുകല്ലേ, സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ദൈവത്തെ തട്ടുകല്ലേ. 99 വയസ്സ് വരെ 24 വർഷക്കാലം എന്നെ കൊണ്ടാ നീ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്ന് വിചാരിക്കരുത്. നീ പ്രാർത്ഥിച്ചു തുടങ്ങിയോ, ആ പ്രാർത്ഥനയുടെ അറ്റത്തിന്റെ പേരാണ് അനുഗ്രഹം. നിന്റെ പ്രാർത്ഥനയുടെ അറ്റത്തിന്റെ പേരാണ് അനുഗ്രഹം. നീ തുടങ്ങിയോ, നിർത്തരുതാ കൂട്ടാ. Until I am blessed, ഞാൻ അനുഗ്രഹിക്കപ്പെടുവോളം ഞാൻ ഈ പ്രാർത്ഥന തുടരും. അനുഗ്രഹിക്കപ്പെട്ടാലും ഞാൻ നിർത്തരുത് മക്കളെ. വഴി നിർത്താൻ വേണ്ടിയല്ല ദൈവം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത്, വഴിക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ഒരു പ്രാർത്ഥന നില ചങ്കിലേക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പറഞ്ഞു വാക്കൊക്കെ കൊടുത്തത്, ആകാശത്തോട് നോക്കണപ്പാ, അവിടെ കടൽത്തോരത്തോട് നോക്കണപ്പാ, നിനക്ക് ആ മക്കളെ തരാൻ പോവുക. പിന്നെ പ്രായം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. 75 വയസ്സിന് കൊച്ചുങ്ങളുണ്ടാവില്ല. 80, 85, 90 തട്ട. അവസാനം മടുത്തു പാന്ത് പിടിച്ചു, നട്ടുച്ച നേരത്തെ കുത്തിപ്പിടിച്ചിരിക്കുക. എപ്പോഴാ? 99 വയസ്സിൽ. ദൈവം കളിപ്പിക്കുമല്ലേ വിചാരിച്ചത്. കൂട്ടത്തിൽ കൊണ്ടുവന്ന മരുമോനുണ്ടായിരുന്നു ലോത്ത്, അവൻ കളിപ്പിച്ചു. ദൈവവും കളിപ്പിക്കുമല്ലേ. നിങ്ങൾ ചിന്തിക്കാറില്ല മക്കളെ, ഇതൊക്കെ വെറും തട്ടിപ്പാണെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ജീവൻ തട്ടിപ്പായി മക്കളെ. ധൈര്യക്കുന്ന കന്യാസ്ത്രീയമ്മമാർ എവിടുന്ന് വന്നാണോ ഇതങ്ങളൊക്കെ? ഒരായുസ് മുഴുവൻ അതിൻ്റെ നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഇരിപ്പുണ്ട്. പുറകെ കുറച്ച് അച്ഛന്മാരിരിക്കുന്ന മിടുക്കന്മാരല്ലേ. ഞാൻ ഓർക്കാറുണ്ട് മക്കളെ, സഭയുടെ സമ്പത്ത്. നിങ്ങൾ അച്ഛന്മാരെ പോലെ മിടുക്കരായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കന്യാസ്ത്രീയമ്മമാരെ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? എന്ത് കണ്ടുകൊണ്ട് ഇറങ്ങി? ഇതൊക്കെ മലബാറിൽ നിങ്ങളുടെ ഈ ചാരിറ്റീസ് മലബാറിൽ നിന്ന് കെട്ടിപ്പറക്കി ഇറങ്ങി വരുന്നതാണ്. ഒരെണ്ണം സ്കൂളിൻ്റെ അവിടെ നിന്ന് ഉരുണ്ട് വീണ് കിടപ്പുണ്ട്. എവിടെയോ കിടപ്പുണ്ട്, നടുവൊടിഞ്ഞതാ. ഒരു അൽഫോൻസാമ്മ, ഒരു സിസ്റ്ററിന്റെ പേരാ ഞാൻ പറഞ്ഞത്. നടുവൊടിച്ച് കിടപ്പുണ്ട്. നോക്ക, 2025 കൺവെൻഷൻ സെബാസ്റ്റ്യൻ പ്രസംഗിക്കുന്നത് അൽഫോൻസാമ്മയെ പറ്റിയാ. ഒരു ജനത്തിലും ഒരു ദേശം നിങ്ങൾ ചീന്തലാഹരനെ മിണ്ടാതിരിക്കുന്നത്.
നിങ്ങൾ ചിന്തകാരനെ പറഞ്ഞെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ രൂപതയിൽ വന്ന അന്ന് മുതല് ഈ രൂപതയോട് ഒട്ടിച്ചേർന്നൊരു കന്യാസ്ത്രീയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, കൊച്ചുങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു കന്യാസ്ത്രീയുടെ കഥ. നടുവൊടിഞ്ഞ് കിടക്കുക, പിന്നെ എഴുന്നേറ്റിട്ടില്ലത്രേ, പിന്നെ എഴുന്നേറ്റിട്ടില്ല. കട്ടിലും ഒക്കെ ഭാഗ്യമുണ്ടെന്ന്, നടുവൊടിഞ്ഞാലും ഒക്കെ ഭാഗ്യമുണ്ടെന്ന് പിതാവ് പറഞ്ഞെന്നില്ല സുവിശേഷം. The gospel is true. The gospel is true. ദൈവത്തിന്റെ വചനം സത്യമാമകളെ. I am the truth. ഹല്ലേലൂയ ഹല്ലേലൂയ. വലതിനെ പറ്റി പറ ഹല്ലേലൂയ ഹല്ലേലൂയ. വലതിനെ പറ്റി പറ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു യാത്രയാണ്. അൽഫോൻസായെ ദൈവം നടത്തിക്കുന്ന ഒരു വഴിയാത്. നടുവുള്ള സിസ്റ്ററിനേക്കാളും നല്ല നടുവില്ലാത്ത സിസ്റ്റർ തന്നെയാ മക്കളെ. എൻ്റെ ഓട്ടം തീരുമ്പം നീ ആ കട്ടിലെ കിടന്നുകൊണ്ട് തമ്പുരാന്റെ പിന്നാലെ നിന്റെ ചങ്കും കരളും മൂടുന്ന ഒരു ഓട്ടമില്ലേ, അതിലും വലിയ ഭാഗ്യമൊന്നുമില്ലെന്ന്. ലോകത്തിന് തരാൻ പറ്റുന്ന ഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെടാതെ ഭാഗ്യമുള്ളൂ. പക്ഷെ സ്വർഗം തരുന്നത് ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്നത്. അച്ഛതി പറയാമോ ഹല്ലേലൂയ ഹല്ലേലൂയ. അച്ഛതി പറ ഹല്ലേലൂയ ഹല്ലേലൂയ. അച്ഛതി പറ ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക. അവസാനം 99-ാം വയസ്സിൽ പിടിച്ചു ഒരു കൊച്ചിനെ കിട്ടി. ചെറുക്കന് 12 വയസ്സ്. ഉൽപ്പത്തി പുസ്തകത്തിന് 22-ാം അധ്യായം നിലത്ത് വെക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പുണ്യാളനെ വള്ളിയിൽ കൊണ്ടുവരും, ചില പിള്ളേരെ കൊണ്ടുവരും. 50-ാം വയസ്സിൽ കിട്ടിയതാ, 55-ാം വയസ്സിൽ കിട്ടിയതാ. നിലത്ത് വെക്കും ഈ കൊച്ചിനെ. മഹാകുസൃതി അവൻ, ഒരു വിഷയവും ഇല്ല. കായ് നിവർത്തി അമ്മക്കിട്ട് അടിക്കും, അച്ഛൻ അപ്പനിട്ട് അടിക്കും. 99-ാം വയസ്സിൽ കിട്ടിയ കൊച്ചിനെ കർത്താവ് വെച്ചുമ്പോൾ ചില്ലറ കളിയാണോ? He asks extraordinary deed from you. ഒരപ്പനും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന അപ്പനെയാണ് വിശ്വാസികളുടെ അപ്പനെന്ന് ദൈവം പേരിട്ട് വിളിച്ചത്. ലോക ചരിത്രത്തിൽ ഒരുപാട് അപ്പന്മാരുണ്ടായിരുന്നു. ഒരപ്പനും ചെയ്യാത്ത പ്രവൃത്തി ഈ അപ്പൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് സ്നേഹിച്ച് ചെയ്തപ്പോ അവനെ വിളിച്ചു വിശ്വാസികളുടെ പിതാവ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമക്കളെ, മനുഷ്യന്റെ യാത്രയെ പറ്റി പറയുമ്പോൾ ദൈവം ഒരു യാത്ര നിന്നിൽ തുടങ്ങിയിട്ടുണ്ട്. God has begun a journey in you. നിനക്ക് കാര്യങ്ങൾ പിടികിട്ടാതെ വരുമ്പോ, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോ എന്റെ പൊന്നുകുട്ട തിരിച്ചറിഞ്ഞോ? നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കാത്തപ്പോ, നിന്റെ കുടുംബത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ, ചിന്തിക്കാതിരിക്കുമ്പോ നിനക്കൊരു രോഗം വരുമ്പോ, നിന്റെ പ്രിയപ്പെട്ടവർക്ക് രോഗം വരുമ്പോ, know this, God has started a journey in you. Hallelujah. ദൈവം നിന്നിൽ ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ദൈവം നിന്നിൽ ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നിനക്ക് മനസ്സിലാകത്തില്ല ഈ വഴിയിൽ എങ്ങോട്ട് പോവാന്ന്. ഈ കുണ്ടും കുഴിയുമുള്ള വഴിയിലൂടെ ഞാൻ എങ്ങോട്ടാ പോണത്? നീ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പം നീ അറിഞ്ഞോ? God has started a journey in you. നീ വല്ലാതെ ഒറ്റപ്പെടുമ്പോ, നീ വല്ലാതെ സങ്കടപ്പെടുമ്പോ, ശയ്യായൊക്കെ പറയുന്നില്ല അവനെ കണ്ട മനുഷ്യനൊന്നും തോന്നത്തില്ല. കഴിഞ്ഞ ആഴ്ചയില് എറണാകുളത്ത് കൺവെൻഷന് പോയപ്പോഴാ, അവിടെയാ ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ വന്നു. ഇടതുവശമില്ല, ഈ മുഖമില്ല ഈ ചേച്ചിക്ക്. ക്യാൻസർ വന്ന് സർജറി ചെയ്ത് കണ്ണും ഈ ഭാഗത്തെ അസ്ഥികളും ഒക്കെ എടുത്തു മാറ്റി. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് കാർട്ടൂണൊക്കെ ഭയങ്കര പേടിയാണ്. ഈ ഡ്രാക്കുള കാർട്ടൂണല്ല, വേറെ എന്താ എനിക്ക് കണ്ട പേടിയാണ്. സത്യത്തിൽ ഈ ചേച്ചിയെ കണ്ടാൽ, അവർ വരുന്നത് ഒരു വീട്ടിൽ നിന്നല്ലേ, അവർ പ്രസവിച്ച മക്കൾ ആ വീട്ടിലില്ലേ, അവരുടെ ഭർത്താവ് അവിടെ ഇല്ലേ. ഞാൻ എൻ്റെ കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് പറയാം, ഞാൻ പേടിച്ചു പോയി, ഞാൻ സങ്കടപ്പെട്ടു പോയി. അറിയാതെ ഞാൻ ചോദിച്ചു, ചേച്ചി എന്തു പറ്റി? ക്യാൻസർ ആരെന്ന് വെച്ചോ? സർജറി ചെയ്തിട്ട് പ്ലാസ്റ്റിക് സർജറി, ഈ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ മുഴച്ചിരിപ്പുണ്ട്, കൺപോളയില്ല. എൻ്റെ മുഖത്തിനൊന്ന് പാടുവന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, അച്ഛൻ്റെ മുഖത്ത് എന്നാ പറ്റിയെന്ന്. അച്ഛൻ്റെ മുഖത്തൊന്നും പറ്റിയിട്ടില്ല.
കുരു എന്താ ഷെയ്വ് ചെയ്തപ്പോൾ പോയതാ, ഒന്നുമല്ലെന്ന്. ഞാൻ ആ ചേച്ചി അത്ഭുതത്തോടെ നോക്കി, ഞാൻ കൈവച്ച് കണ്ണീർ ചങ്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ നിന്നെ വിശ്വസിക്കുക. നീ ലോകത്തിൻ്റെ ക്രമമല്ല ചെയ്യുന്നത്, നീ സ്വർഗത്തിൻ്റെ ക്രമമാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ ക്രമമാണെങ്കിൽ ചേച്ചിക്കൊന്നും നിനക്ക് ചെയ്തു കൊടുക്കാനില്ല. നീ ചെയ്യുന്നത് സ്വർഗത്തിൻ്റെ ക്രമങ്ങളാണ്. നീ സ്വർഗത്തിൻ്റെ ക്രമങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമല്ലേ. ഡു ദി ആക്ട്സ് ഓഫ് ഹെവൻ. സ്വർഗത്തിൻ്റെ പ്രവൃത്തികൾ ചേച്ചി ചെയ്യണേ. ഉള്ള ഒരു കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ തോരാ കണ്ണീരൊഴിഞ്ഞ് ചുമ്മാ ഉണ്ടാക്കി പറയുന്നത് വിചാരിക്കില്ല നിങ്ങൾ. ദൈവമക്കളെ, ചെന്ന് നിൽക്കുന്ന തീക്കനലുകളുടെ കാര്യം പറയുന്നത്. തീക്കനലുകൾക്ക് മാത്രമേ തീയെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പൊള്ളൂന്ന്. നിങ്ങളുടെ അടുപ്പിലേക്ക് തീ കോരിയിട്ട എന്താ ചെയ്താൽ ഒരു ഛേദമില്ല. പക്ഷെ നിങ്ങളുടെ ബെഡിലേക്ക് ഒരു തീക്കനൽ വീണാലോ ആളിക്കത്തും. നിങ്ങളുടെ കട്ടിൽ കത്തും, നിങ്ങൾ കത്തും, നിങ്ങൾ ഉറങ്ങി ഓടും. ജീവിതമൊക്കെ തീയായിട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ട് പ്രിയപ്പെട്ടവരെ. ശങ്കിലെങ്കിലും ഒരല്പം തീ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് തീ വീഴുമ്പോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരപ്പന്റെ യാത്രയാ, ഒരപ്പന്റെ യാത്ര, അബ്രഹാമിന്റെ യാത്ര അറിയാലോ. മലമോളിലെത്തി. When you do extraordinary things, God will do extraordinary things. ചരിത്രത്തിൽ നിന്ന് ഒരു കേട്ടിട്ടുണ്ട്, ദൈവം കൈക്ക് പിടിച്ചത് കയറി പിടിച്ചെന്നാ പറയണേ. അബ്രഹാം സ്റ്റോപ്പ്. നീ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുമ്പോ, നീ ദൈവത്തിന്റെ വിചിത്രമായ വഴികളിലൂടെ നടക്കും. God has a different way മക്കളെ, a different way. അല്പം അത്ഭുതപ്പെടുത്തുന്ന വഴിയൊക്കെ ആയിരിക്കും. മൂന്നാം ദിവസം നമ്മൾ വായിക്കാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്ന വിഷയം അതല്ലേ, കുരിശെന്ന ദൈവത്തിന്റെ വിസ്മയം. It is not the curse. Cross as the curse, no. Cross as a wonder. കുരിശെന്ന അത്ഭുതമാ വെള്ളിയാഴ്ച നമ്മുടെ ധ്യാന വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ദണ്ഡായ കുരിശല്ലെങ്കിലും അത്ഭുതത്തിന്റെ ദണ്ഡായ കുരിശ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയുണ്ട് യാക്കോബുണ്ട്. യാക്കോബിന്റെ യാത്ര പറഞ്ഞു നോക്കി 28-ാം അധ്യായത്തിലൊക്കെ. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബ് എന്ന പയ്യൻ ചതിച്ചുകൊണ്ടുള്ള ഓട്ടമാണ് കേട്ടോ. ചതിച്ചുകൊണ്ട് പോയതാ. ചേട്ടനെ ചതിച്ചിട്ട് ഓടുന്ന ഓട്ടവാ. അവന് ബർഷബായിലെത്തി. അവൻ ഹാരാനിലേക്ക് പോവുക. അബ്രഹാം ഹാരാനിൽ നിന്ന് കാനാനിലേക്കാണ് വന്നത്. ദൈവം കൊടുത്ത വാഗ്ദാനം നീ കാനാനിലേക്ക് പോകണമെന്ന. അബ്രഹാം വന്നത് കാനാനിലേക്കാ വന്നത്. ദൈവയുടെ ഒരുത്തൻ തിരിച്ച് ഹാരാനിലേക്ക് പൊക്കൊണ്ടിരിക്കുക. നമ്മൾ ഇവരെ കാണും. നല്ല സമരായൻ്റെ ഉമ്മ സമയമുണ്ടെ പറഞ്ഞു തരാം. യെരൂശലേമിൽ നിന്ന് ഒരുത്തൻ ജെറിക്കോയിലോട്ട് പോവുക. ദൈവങ്ങളെ, ഇടറുന്നത് തിരിച്ചറിഞ്ഞ് നമുക്കത് വായിക്കുമ്പോൾ പറയാം ബാക്കി. ഇതാ ഇവൻ ഹാരാനിലേക്ക് പോവുക. സൂര്യൻ അസ്തമിച്ചപ്പോൾ, ജീവിതത്തിൻ്റെ പ്രകാശം കെട്ടപ്പോൾ തിരുവചനം പറയുക, അവൻ്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. സ്വർഗത്തിൽ നിന്നൊരു ഗോവണി ഇറങ്ങുക. അതിൻ്റെ ഒരറ്റം സ്വർഗത്തിൽ, മറ്റേറ്റം ഭൂമിയിലൊട്ടി നിൽക്കുക. മക്കളെ, പുണ്യാളന്മാർക്കുള്ളതല്ല സ്വർഗമെന്ന് നിങ്ങൾക്കറിയുമോ? പുണ്യാളന്മാർക്കുള്ളതല്ല സ്വർഗമെന്ന് നിങ്ങൾക്കറിയാവോ? എടറിപ്പോയവര് 100 ഉണ്ടായിരുന്നു, 99 നല്ലതാ. ഒരെണ്ണം തോന്നിയാസം പോയതാ. സ്വർഗരാജ്യം ഒന്നിനെ പറ്റിയുള്ള സന്തോഷമാണെന്ന് ഈശോ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? സ്വർഗം എന്ന് പറയുന്നത് ബലഹീനനായ, പാപിയായ, തെറ്റുപറ്റുന്ന, വീഴ്ച പറ്റുന്ന എന്നെ സംബന്ധിച്ചുള്ള സ്വർഗത്തിന്റെ സന്തോഷം. ഓപ്പൺ ഫോർ എവരിബഡി. ഞങ്ങൾ നോക്കി യാക്കോബിന്റെ മുമ്പിൽ വേറെ ആരെങ്കിലും ചെയ്യുമോ? അപ്പനെയും ചതിച്ച്, ചേട്ടനെയും ചതിച്ച്, നമ്മളൊക്കെ എഴുതിത്തള്ളി ചിലരൊക്കെ ഇല്ല പറയപ്പെട്ടവരെ. സ്വത്ത് വീതം വച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ആരാണ്ട വന്ന് പറയുന്നത് കേട്ടു, ചേട്ടനെല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ചെടുത്തോ.
ചേട്ടൻ മൂത്ത ഏട്ടൻ എല്ലാം കൂടെ അങ്ങ് പിടിച്ചെടുത്ത് വെച്ചു. ഞങ്ങളൊക്കെ ചെറുതായിരുന്നു. ഒപ്പിടിപ്പിച്ചു ചേട്ടൻ, ഒപ്പിടിപ്പിച്ച് ചേട്ടൻ. ഒരുപാട് കുടുംബങ്ങൾ തകർന്നു നിൽക്കുക കേട്ടോ. ഒരുപാട് സഹോദര ബന്ധങ്ങൾ വല്ലാണ്ട് പൊട്ടിപ്പോയിരിക്കുക. ഒരു ചെറുക്കൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിലെ ഇളയവൻ്റെ കഥയാണ് പറഞ്ഞത്. അവനാ ചതിക്കാൻ ഇറങ്ങിയത്. പ്രസവിച്ചപ്പോൾ തന്നെ അവൻ കുരുത്തക്കേട് കാണിച്ചെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വലതുകരം ഇത് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കുരുത്തം കെട്ടവന്റെ പേരെന്നാണെന്നറിയോ? ഈ കുരുത്തം കെട്ടവന്റെ പേരെന്നാണെന്നറിയോ? ഇസ്രായേൽ. ഇസ്രായേൽ ദൈവത്തിന്റെ ജനം. പഴയ നിയമത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന്റെ അപ്പന്റെ പേരാണ് യാക്കോബ്. ഹല്ലേലൂയ. ദൈവം നിന്നെ യാത്ര ആരംഭിച്ച നിനക്ക് കുടഞ്ഞു കളയാൻ പറ്റത്തില്ല ദൈവത്തെ. ദൈവം പിടിമുറുക്കിയിട്ടുണ്ട് മക്കളെ. ഇല്ലെങ്കിൽ അച്ഛനൊക്കെ പറഞ്ഞ പോലെ നിങ്ങളിന്നിവിടെ വരത്തില്ല, നിങ്ങളിന്നിവിടെ വരത്തില്ല. ദൈവം പിടിമുറുക്കിയിട്ടുണ്ട് കേട്ടോ മക്കളെ. ദൈവം പിടിമുറുക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ അറിയാം. ഈ ദിവസങ്ങളിൽ അറിയാം ദൈവം പിടിമുറുക്കിയിട്ടുണ്ട്. അങ്ങനൊന്നും തകർന്നു പോകാൻ പറ്റത്തില്ലെന്ന്. കുടുംബങ്ങളൊന്നും അങ്ങനെ തകർന്നു പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകര്. അകന്നുപോയ ചേട്ടനിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ നിങ്ങൾക്ക് ഒരുക്കുവാണോ? പിണങ്ങിയിരിക്കുന്ന പെങ്ങളുടെ വീട്ടിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ നിങ്ങൾക്ക് ഒരുക്കുവാണോ? നിങ്ങൾക്ക് വീതം തരാത്ത അപ്പന്റെ പക്കലേക്ക് ഇന്ന് അദ്ദേഹം രോഗിക്കിടക്കലാണ് കൊച്ചേ. ഇനി എത്ര ദിവസം ഉണ്ട് ആ മനുഷ്യനെന്ന് അറിയത്തില്ല. Can you make a pilgrim to the deathbed of your father? അപ്പന്റെ മരണക്കിടക്കയിലേക്ക് തീർത്ഥാടന കഥാ മക്കളെ. വിമലഗിരി എന്നും ഉണ്ടാവും, ആ അപ്പനെന്നും ഉണ്ടാവില്ല, ആ ചേട്ടനൊന്നും ഉണ്ടാവില്ല മക്കളെ. ഒരു സോറി എന്നൊക്കെ പറഞ്ഞാൽ മതിയെന്ന്. ഒരു ദിവസം ഒരു ചേട്ടനും അനിയനും കൂടെ അടിയുണ്ടാക്കി. എന്തൊക്കെയോ പറഞ്ഞ് വഴക്കുണ്ടാക്കി. എൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞതാ. അവസാനം ഈ അനിയനൊരു പൊട്ടീനെ കൊണ്ട് പൊട്ടിച്ചു. എൻ്റെ അപ്പൻ്റെ സ്ഥാനത്താണ് ഞാൻ ചേട്ടനെ കാണുന്നത് കേട്ടോ. ചേട്ടൻ ഇങ്ങനെ കയർത്ത് വന്നുകൊണ്ടിരിക്കുക. അവനെ അങ്ങോട്ട് അടിച്ചില്ലാതാക്കാൻ നോക്കുക അനിയനെ. അനിയനും തിരിച്ചു പറയുക. കുറച്ച് കഴിയുമ്പോൾ അവന് പരിശുദ്ധാത്മാവിനെ കിട്ടി. അവൻ പറഞ്ഞ എൻ്റെ അപ്പൻ്റെ സ്ഥാനത്താണ് ഞാൻ ചേട്ടനെ കാണണേ. ഇവനോട് പറയാ ചേട്ടൻ മിണ്ടാതെ നിന്നു. പിന്നെ വന്ന് വാരിപ്പുടർത്തു, കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ കരച്ചിലായി. ഒരു കുടുംബ പ്രസന്ധിയാണ് സംഭവം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ. നിന്റെ ഉള്ളിൽ ദൈവം യാത്ര ആരംഭിച്ചെങ്കിൽ കുർബാനെ തൊട്ട് അത്ഭുതം നടക്കുന്നുള്ള സത്യമാണോ? കുർബാനെ തൊട്ട് അത്ഭുതം നടക്കുന്നത് സത്യമാണെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ ഈ വചനം കേട്ടിട്ട് കർത്താവിൽ വിശ്വസിച്ച് അവസാനം ദിവികാൻ ആശീർവാദം ശുശ്രൂഷയോട് അതിൽ പങ്കെടുത്ത് മടങ്ങി ചെല്ലുമ്പോ നിന്റെ വീട്ടിലുള്ളവര് നിന്റെ തൊടുമ്പോ അവിടെ അവൻ യാത്ര ആരംഭിച്ചു പോയില്ല. എന്നാ ചെയ്യും? അവൻ യാത്ര ആരംഭിച്ചു നമ്മളില്. അല്ലെങ്കിൽ നിങ്ങൾ വരത്തില്ല മക്കളെ. ഞാനിവിടെ വരത്തില്ല. ഈ അച്ഛന്മാർ ഇതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങത്തില്ല. നിങ്ങൾ ഇത്രയും വോളണ്ടിയേഴ്സ് ഇതിനു വേണ്ടി ഇറങ്ങത്തില്ല. സത്യം പറയട്ടെ, മഴ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് മണത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ചിരിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് മഴ കണ്ടിട്ട് ഞാൻ ചിരിച്ചത് ഇന്നാ. ഞാൻ പൊട്ടിച്ചിരിച്ചു. എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ കയ്യാണ്. ഈ മഴ പെയ്തില്ലെങ്കിൽ ഈ കൺവെൻഷനിൽ അനുഗ്രഹം ഉണ്ടാവില്ലായിരുന്നു. ആരോടാണോ ഞാനിപ്പോൾ ഒന്ന് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കാനത്? എൻ്റെ ദൈവമേ, കഞ്ഞി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കൈയടിച്ചവർ മാത്രം ഇപ്പം ഞാൻ വിളിച്ചു പറയും. കഞ്ഞി കുടിക്കാൻ വിളിക്കുന്ന ഇങ്ങനെ ആയിരിക്കും. നന്നായിട്ട് കൈയടിച്ചവർ ആദ്യം വരാൻ പറയും. ഏറ്റവും അവസാനം ഇപ്പം കൈയടിക്കാൻ തുടങ്ങിക്കോ. കൈയടിക്കാത്തവർ പതുക്കെ വണ്ടി കയറി വീട്ടിൽ പോകാൻ പറയും. കൈയടിച്ചവർക്ക് മാത്രമേ ഇന്ന് കഞ്ഞി ഉണ്ടാകത്തുള്ളൂ. ഇന്നത്തെ ദിവസം ഞാനാണ് കഞ്ഞിയുടെ കാര്യം നിയന്ത്രിക്കാൻ പോകുന്നത്. അവിടെ കൈയടിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് നല്ല കാഴ്ച, കണ്ടാണിക്ക് നല്ല കട്ടിയാകുന്നുണ്ട്. ഈ കൃത്യം എല്ലാവരും എവിടെ ഇരുന്നാലും കാണാൻ പറ്റും. കൈയടിക്കാൻ സിസ്റ്റർ ആയാലും ശരി, സിസ്റ്റർ ഞാൻ കഞ്ഞി തരത്തില്ല. സിസ്റ്റർ കൈയടിക്കാതിരിപ്പുണ്ട്, സിസ്റ്ററും ഞാൻ കഞ്ഞി തരത്തില്ല. സിസ്റ്റർ കഞ്ഞിൻ്റെ മടത്തി നല്ല ചോറിരിപ്പുണ്ട്. പിന്നെ അച്ഛൻ്റെ കഞ്ഞി. നോക്കിയാ മക്കളെ, തളർന്ന് കിടക്കുക ഈ പയ്യൻ. ആക്ക മക്കളെ ഇച്ചിരി കഴിയുമ്പോൾ കയറി വരിക. അടുത്തത് അതിലും തകർപ്പൻ. അടുത്ത 32-ാം അധ്യായത്തിലെത്തുമ്പോൾ തിരിച്ചു വരിക. ചേട്ടനെ പേടിച്ച് നിനക്ക് വേറെ ഒന്നും പോകാൻ പറ്റില്ല മക്കളെ. എൻ്റെ മനസ്സിലൊരു ചിന്ത പറയട്ടെ, പള്ളിയിൽ നിന്ന് പോയവർ പള്ളി തിരിച്ചെത്തും. അവൻ ഏത് സഭയിൽ പോയാലും ശരി,
അവൻ ഏത് മതത്തിൽ പോയാലും ശരി, ഒരിക്കൽ കുർബാന സ്വീകരിച്ചിട്ടുള്ളവന് അല്ലെങ്കിൽ ചങ്കിലൊരു നീറ്റലുണ്ടാവുവാന് 99% തിരിച്ചെത്തും മക്കളെ. പിന്നെ 1% അത് നീറ്റലോടെ മരിക്കും. അവര് നീറ്റലോടെ മരിക്കും. എവിടെ പോയാലും നിനക്ക് തിരിച്ചു വരാതെ യാക്കോബ് തിരിച്ചു നടക്കുക. കൊല്ലാൻ കാത്തു നിൽക്കുന്ന ഏസാവ് അവിടെ നിൽക്കുക. ഒരു തിരിച്ചു വരവ്, ഒരു യാത്രയാ. യാക്കോബിന്റെ യാത്ര തുടരുക. ഹാരാനിൽ നിന്ന് കാനാനിലേക്ക് ഇതാ യാക്കോബ് യാത്ര ചെയ്ത് വരുമ്പോൾ നമ്മൾ പറയുക 33-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം പെട്ടെന്ന് വായിക്കാൻ വേണ്ടി. തൊട്ടു മുമ്പ് ഒരു അടി നടക്കുന്നുണ്ട്. യാബോക്ക് നദിക്കരെ വെച്ചൊരു അടിയുണ്ട്. അത് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് അത് വിടുക. ദൈവം ഇങ്ങനെ പിടിച്ച് ഞെക്കും മക്കളെ. ഇടയ്ക്കൊക്കെ ദൈവം ഇടയ്ക്ക് അടിച്ച് താഴോട്ടിടും നമ്മളെ. താഴെയൊക്കെ വീഴുമ്പോൾ നന്നായിട്ട് പൊട്ടിച്ചിരിച്ചോണം. ദൈവം ആ തട്ടിയിട്ടെ, ദൈവം ആ തള്ളിയിട്ടെ. ഒരു കുറവ് വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ പൊട്ടിച്ചിരിക്കണം. ഹൈബ് ഹല്ലേലൂയ പറയണം. ദൈവം മക്കളെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ സംവിധായകൻ ദൈവം. അവനെഴുതിയ സ്ക്രിപ്റ്റാണ്. സംവിധായകൻ കർത്താവാടാ കുട്ടാ. തിരക്കഥ എഴുതിക്കുന്നത് കർത്താവാ. നമ്മളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. എ പ്ലേ റിട്ടൺ ബൈ ദ ലോർഡ്, എ പ്ലേ റിട്ടൺ ബൈ ദ ഹോളി. അതെന്താ? ധ്യാനഗുരുവാ എൻ്റെ റോളിപ്പം. ധ്യാനഗുരുവാ വചനം പ്രഘോഷിക്കുക എൻ്റെ റോളിപ്പം. വലതുകരെ ഹല്ലേലൂയ. ഒരു പക്ഷേ ഒരു സങ്കടം പിടിച്ച വീട്ടിലെ അമ്മയാവുക എന്നുള്ള റോളാ നിങ്ങൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സങ്കടമുള്ള അമ്മ, ഒരു മോണിക്ക. കുറച്ചാൾ ആസീൻ പണ്ട് കഴിഞ്ഞു പോയി. ആസീൻ പണ്ട് അങ്ങ് ഇറ്റലി കഴിഞ്ഞു പോയത്. ഒരു സ്ത്രീ നന്നായിട്ട് അഭിനയിച്ചു. ആ റോള് മകൻ തലതിരിഞ്ഞ് തോന്നിയാസം പോയപ്പോ ആ മകന്റെ പിന്നാലെ നടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരമ്മ നന്നായിട്ട് അഭിനയിച്ചു. സ്വർഗം കൊടുക്കുന്ന അവാർഡിന്റെ പേരാ വിശുദ്ധ. അങ്ങനെയാണ് വിശുദ്ധ മോണിക്ക ഉണ്ടായത്. ഈ കാലഘട്ടത്തില് കർത്താവിന് കുറച്ച് അമ്മമാരെ വേണം. അമ്മമാര് നന്നായിട്ട് കരയാനറിയുന്ന അമ്മമാര്, നല്ല നൊമ്പരങ്ങളെ എടുത്ത് പാൽപായസമാക്കി മാറ്റുന്ന അമ്മമാരെ കർത്താവിന് വേണമെന്ന്. വിലാപ ഗാനങ്ങളൊക്കെ ദൈവസ്തുതികളാക്കി മാറ്റുന്ന അപ്പന്മാരെ തമ്പുരാന് വേണമെന്ന്. ഒന്നും വെറുതെ ഒന്നും അല്ലടപ്പാ, ഒന്നും വെറുതെ അല്ലട കൊച്ചെ. രാത്രി കിടന്ന് കട്ടിലേക്ക് കിടന്ന് കമന്ന് കിടന്ന് കരയുന്നത് ആ നാടകത്തിന്റെ ഭാഗമാ. ദൈവത്തിന്റെ പുസ്തകത്തില് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു രംഗമാത്. നീ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ എന്താ അച്ഛന്മാർ എങ്ങനെയാ ജീവിക്കുന്ന? ആത്മഹത്യക്ക് വേണ്ടി നിൽക്കുന്നവര് ഓരോ ചൊവ്വാഴ്ച ഞായറാഴ്ചക്ക് കാണുന്ന കാഴ്ചയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അടിപിടുത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നോക്കിക്കേ, 20 കൊല്ലം കഴിഞ്ഞു. 20 കൊല്ലം കഴിഞ്ഞ് ചേട്ടനും അനിയും തമ്മിൽ കണ്ടിട്ട് ഏസാവ് എന്നാ കാണിക്കാൻ പോകുന്നതൊന്നും അറിയത്തില്ല. ഇതാ കടന്നു വരിക. പറയുന്ന വാക്യങ്ങൾ ഞാൻ വായിച്ചേൽപ്പിക്കാം. ഏസാവാകട്ടെ അതിന് മുമ്പുണ്ട് യാക്കോബ് സഹോദരനെ അവനെത്തുവോളം 7 തവണ നിലം മുട്ടെ തലകുനിച്ച് ആരാധിച്ചു. ഒരു യാത്രയാ. ഈ യാക്കോബ സഭയിലൊക്കെ എനിക്കൊന്ന് മലങ്കര സഭയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 40 തവണ അങ്ങോട്ട് മുട്ടുകുത്തും, കുമ്പിടും. എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 40 തവണ കുമ്പിടും. ഈശോയുടെ 40 ദിവസത്തെ ഉപവാസം അത് അല്ലേ മോമച്ച? 40 ആണോ? 40 തവണ. അപ്പങ്ങനെ ഒന്നും ഒരു റീത്തിൻ്റെ ഒന്നും അല്ല മക്കളെ. ചില കാര്യങ്ങളൊക്കെ തന്നെത്താനങ്ങ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് മക്കളെ. ജീവിതത്തിൽ വീണുപോയ വീഴ്ചകൾക്കൊക്കെ ഇവിടെയൊക്കെ മുട്ടുകുത്തണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ കമന്ന് വീഴണം ഇടയ്ക്കുണ്ട്. സാധാരണ ദിവസം കമന്ന് ഇന്ന് വീഴാൻ പറ്റും. ഇവിടെ ഇന്നും പാലും വീഴണ്ട കേട്ടോ, മണ്ണല്ല ചെളിയ. ഹല്ലേലൂയ, വലുതിനെ പത്ത് ഹല്ലേലൂയ. നമുക്ക് 7 തവണ വണങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ മുമ്പിൽ, പുണ്യാളൻ്റെ മുമ്പിലാണ് വണങ്ങുന്നത്. ഏസാവ് പുണ്യാളനായി. ഏസാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. ഒരു യാത്രയാണ് പറയണത്. അവസാനം പറയുകയാണ് 19-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ മുഖം പോലെ ചേട്ടൻ എന്നെ വാരിപ്പുണർന്നപ്പോ ദൈവം എന്നെ വാരിപ്പുണർന്നത് പോലെ എനിക്ക് തോന്നുക. ഇപ്പൊ ചേട്ടന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് ദൈവത്തിന്റെ മുഖമാ കാണാൻ പറ്റുന്നത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു തീർത്ഥയാത്ര പറഞ്ഞു പോകാൻ ഒരുപാട് യാത്രകൾ. ജോസഫൊക്കെ കിടക്കുക വഴിയിൽ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോ. നോയമ്പ് കാലമല്ലേ, ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുക. ജോസഫ് എന്ന ആ ചെറുക്കൻ ഇന്ന് തെറ്റി കൊച്ചു വായിക്കുന്നുണ്ടായിരുന്നു. നീണ്ട വസ്ത്രം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് വായിച്ചതാ. തെറ്റിയതൊന്നുമല്ലടി കൊച്ചേ, നീ വായിച്ചത് കറക്റ്റാ. അച്ഛനത് വായിക്കത്തില്ലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് നീ വായിച്ചതാ. അപ്പം നീണ്ട ഉടുപ്പൊക്കെ തയ്പ്പിച്ചു കൊടുത്ത അവൻ്റെ നീണ്ട മേലങ്കിക്കായി അവർ ചിട്ടിയിട്ടു. അവൻ്റെ നീണ്ട മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. അവൻ നറുക്കിട്ടെടുത്തു. അവനെ അവർ 20 വെള്ളിക്കാശിന് വിറ്റു. ജോസഫ് നഷ്ടമല്ലെന്ന്. ജോസഫിന്റെ ചങ്കിലൊരു ക്രിസ്തു ഉറങ്ങുന്നുണ്ടായിരുന്നു. ഈ വഴിയിൽ നടക്കുന്നവരെ എല്ലാവരുടെയും പേര് ക്രിസ്തു എന്ന് തന്നെയാ. കുരിശിന്റെ വഴിയിൽ നടക്കുന്നവർക്കൊക്കെ ക്രിസ്തു, ദൈവം ഇട്ടിരിക്കുന്ന പേര് ക്രിസ്തു എന്നാ. ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, കുരിശിന്റെ വഴിയിലൂടെ നടക്കുന്നവർ, ക്രിസ്തുവിന്റെ വഴിയിലൂടെ നടക്കുക, അവന്റെ പേര് ക്രിസ്തു എന്നാ. ജോസഫ് ക്രിസ്തുവായിരുന്നു. ദൈവങ്ങൾ തുടർന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ പറയുക, കാരണം നാളെ നമുക്ക് അവിടെ പിടിക്കേണ്ടത്. 13-ാം അധ്യായം, ഈ ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുവാൻ നേരമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് അവിടുന്ന് അറിഞ്ഞു. ട്രാവലിംഗ് ടുവേർഡ്സ് ദ ഫാദർ. അപ്പൻ്റെ പക്കലേക്ക് യാത്ര. തീർത്ഥാടനമാണ്. ഹോളി ജേണി. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഹോളി ജേണി. ആശുപത്രിയിലോട്ട് പോകുന്നതും കോടതിയിലോട്ട് പോകുന്നതും തോറ്റ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും വല്ലാതെ അപമാനിതനായിട്ട് കുനിഞ്ഞു നടന്നു പോകുന്നതുമൊക്കെ പിൽഗ്രിമേജ്. നടക്കുമ്പം മനസ്സിലിങ്ങനെ പറയണം, ഇത് തീർത്ഥാടനമാത്രേ. പിതാവിൻ്റെ പക്കലേക്കുള്ള തിരിച്ചു പറയാൻ നിൽക്കില്ല. ആര് തന്നെ എന്ത് ചെയ്താലും, ആര് തന്നെ ചതിച്ചാലും, ആര് തന്നെ ഒറ്റുകൊടുത്താലും, ആര് തന്നെ ഇറക്കി വിട്ടാലും, ആര് തന്നെ അപമാനിച്ചാലും നീ പറയൂല. ഉള്ളിൽ പറയണം, തീർത്ഥാടനമാ, ഇത് കുരിശിൻ്റെ വഴിയാ. അങ്ങയുടെ വിശുദ്ധ കുരിശ് എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പ്രാർത്ഥനയൊല്ലി നടക്കാനുള്ളതാണ് ജീവിതത്തിൻ്റെ വഴി. തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ നേരമായി എന്നറിഞ്ഞപ്പോൾ നമുക്ക് ലൂക്കാസ് സുവിശേഷം അച്ഛൻ ഓർപ്പിച്ചു. യാത്രയുടെ സുവിശേഷമൊക്കെ അല്ലേ. തിരിച്ച് നമുക്ക് ലൂക്കായിൽ വന്നിട്ട് ഈശോ ശിഷ്യന്മാരുടെ പോ അവരുടെ അടുക്കിലേക്ക് അവരെ പറഞ്ഞു വിടുക. ലൂക്കാ സുവിശേഷം നമുക്കെടുത്ത് ആ യാത്രയുടെ 9-ാം അധ്യായത്തിൽ അവരെ വിളിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടു. യാത്ര ദൈവം നിർബന്ധിക്കുന്നുണ്ട് മകളൊരു യാത്രയ്ക്ക്. ദൈവം നമ്മളൊരു യാത്രയ്ക്ക് യുവാക്കളുടെ ജേണി. മക്കളെ, ഈ അച്ഛന്മാരൊക്കെ 3 കൊല്ലം കൂടുമ്പോൾ സ്ഥലം മാറ്റുക. പള്ളിയൊക്കെ പണിയും, വലിയ കാര്യത്തിന് പള്ളിയൊക്കെ പണിത് കഴിയുമ്പോഴത്തേന് പിറ്റേ ദിവസം അരമനയെന്നൊരു കത്ത് വരും, യു ആർ ട്രാൻസ്ഫേർഡ്, ഗെറ്റ് റെഡി ഫോർ എ ട്രാൻസ്ഫർ. ആദ്യം ഒരു ഇൻഡാസാണ് കിട്ടുന്നത്, ഗെറ്റ് റെഡി ഫോർ എ ട്രാൻസ്ഫർ, പ്രിപ്പയർ ഓൾ ദ അക്കൗണ്ട്സ്. ആ ചേച്ചനൊക്കെ നാളെ കണക്ക് നോക്കാൻ പോവുക കണ്ട്. ഇതുപോലെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്കൊരു ഇൻഡാസ് കിട്ടുക, ഗെറ്റ് റെഡി ഫോർ എ ജേണി. ഈ ഒരു മാറ്റം നോക്കിയേ. ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഓടി തീർക്കുക. ഇന്നലെ നെയ്യാറ്റിങ്കര രൂപതയിലെ മെത്രാനച്ഛനെ വാഴ്ത്തുമ്പോൾ പ്രസംഗം പറഞ്ഞ സാലി റോമൻ പിതാവ് ചരിത്രം പറയുന്നത് ഞാൻ കേട്ടു. നെയ്യാറ്റിങ്കരയിൽ വീണ് മരിച്ച മിഷണറിമാരുടെ കഥ, നെയ്യാറ്റിങ്കരയുടെ മണ്ണിൽ അഴുകിത്തീർന്ന അച്ഛന്മാരുടെ കഥ. അത് നാളുകൾക്കിപ്പുറത്ത് ഒരു രൂപതയായി ഒരു വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പിതാവ് പറയുക, ഒരു തീർത്ഥാടനത്തിൽ പണ്ടെന്നോ മരിച്ചു വീണ ഒരു മിഷണറി, അപ്പനാര് അമ്മയാര് പേര് പോലും ശരിക്ക് പറയാനറിയത്തില്ല. പക്ഷെ അയാൾ സുവിശേഷം കത്തിച്ചുകൊണ്ട് നടന്നയാളാ, സുവിശേഷം വിളമ്പിക്കൊണ്ട് നടന്നയാളാ. ജീവിതം മുഴുവൻ ഒരു തീർത്ഥാടനമായിട്ട് 9-ാം അധ്യായത്തിൽ പറഞ്ഞു വിടുക. ഇതാ പറയുക, 9-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം ഞാനത് വായിക്കട്ടെ, എനിക്ക് രസകരമായിട്ട് തോന്നിവിടാ. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. Let these words be rooted deeper and deeper in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ ആഴത്തിലേക്ക് വേരോടിക്കട്ടെ. ഈ 5 ദിവസത്തെ കാര്യങ്ങളെ പറയുന്നത്.
മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോകുന്നു. കുർബാനയെ മക്കളെ കയ്യിലേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചു പൊട്ടിക്കാനല്ല, ടു ബിക്കം, അച്ഛന്മാരുടെ കയ്യിലോട്ട് കൊടുക്കാൻ പോവുക. മനുഷ്യപുത്രൻ ഇത്രയും നാൾ ഓടി നടന്നവൻ ഇനി അനേകായിരം പുരോഹിതരുടെ കരങ്ങളിലെ തിരുവോസിയായി മാറാൻ പോവുക. അവൻ മുറിക്കപ്പെടണം, അവൻ വേദനിക്കപ്പെടണം, അവൻ രക്തം ചിന്ത. നോക്കിക്കേ, ഒരു സഹനത്തിനും ഒരു നൊമ്പരത്തിനും നമ്മൾ നാളെ ഇതിനെപ്പറ്റി കൂടുതൽ ധ്യാനിക്കാൻ പോകുന്നത്. അതൊരു ആമുഖം പറഞ്ഞു വെക്കുക. കുർബാനയെ പറ്റി നാളെ ധ്യാനിക്കും. ഒരു കുർബാനയായി തീരല. ഇത്രമാത്രമൊന്നും കരയാനില്ലെന്നേ, ഇത്രമാത്രമൊന്നും പരാതിപ്പെടാനില്ല. ബിക്കമിങ് എ ഹോളി സാക്രമെന്റ്. അവർക്ക് പറഞ്ഞടുത്ത കേട്ടോ, അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. They do not get there. ഈ സുവിശേഷം പ്രസംഗിക്കുന്ന എനിക്കും ജീവിതത്തിലെ ദുരന്തങ്ങൾ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ടത്രേ, എന്താ ദൈവമേ, എന്താ ദൈവമേ. ഇന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. ഇന്ന് മഴ പെയ്തപ്പോൾ ഞാൻ ചിരിക്കുക ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കും, ദൈവമേ എന്നാ പണിയായി കാണിച്ചേ, എന്നാ പണിയായി കാണിച്ചേ എന്ന് ചോദ്യമൊന്നുമില്ല. ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കാതെ ജീവിക്കാൻ കർത്താവ് പഠിപ്പിച്ചു കേട്ടോ. ഈ സുവിശേഷം പ്രസംഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം ഞാൻ നിങ്ങളോട് പറയട്ടെ, അധികം ചോദ്യങ്ങളൊന്നുമില്ല. ചിലപ്പം കണ്ണ് നിറയുമായിരിക്കും, ഒരാമേൻ പറയും, അവിടെ തീരും പ്രശ്നങ്ങൾ, അവിടെ തീരും പ്രശ്നങ്ങൾ. ഒരാമേന് തീരുന്നതിനപ്പുറത്തുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ല മക്കളെ. ഒരാമേന് തീരാനുള്ളതേ ഉള്ളൂ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും പ്രതിസന്ധികളും. ചിലപ്പം ചിരിച്ചുകൊണ്ടായിരിക്കും, ചിലപ്പം കരഞ്ഞുകൊണ്ടായിരിക്കും. പറയുന്നത് ഒറ്റ വാക്ക, ഫിയാത്ത് വോളന്താസ്തുവ, നിന്റെ ഇഷ്ടം. നോക്കിയേ, അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. ഇറ്റ് വാസ് എ മിസ്റ്ററി, ഇറ്റ് വാസ് എ ഗ്രേറ്റ് മിസ്റ്ററി. നമ്മൾ ചുമ്മാ ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, നിസ്സാരമെന്ന് വിചാരിക്കലടാ കുട്ടാ. നീ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഉള്ളിലേക്ക് നോക്കിക്കേ. നീ ആരോടും പറയാത്ത നൊമ്പരങ്ങളും വേദനകളും സങ്കടങ്ങളും തകർച്ചകളും നിരാശകളും വേലിയേറ്റങ്ങളും എന്തുമാത്രമാണ് നീ. നിന്റെ ജീവിത പങ്കാളിക്കറിയാവോ? ഇല്ലെന്ന്. അപ്പനറിയോ? ഇല്ല. നിന്നെ 10 മാസം ചുമന്ന നിന്റെ അമ്മയ്ക്കറിയാവോ? ഇല്ല. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ അറിഞ്ഞ ദൈവത്തിനറിയാൻ കേട്ടോ. പക്ഷെ അത്ര നിഗൂഢമായിരുന്നു. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അതത്ര നിഗൂഢമായിരുന്നു. ഇനി കേൾക്കണോ അടുത്തത്? സത്യം പറയുക, അതിനെപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. സത്യവാ, ചില സമയത്ത് പൊട്ടം കളിക്കും ദൈവത്തിന് മുമ്പിൽ. ചോദ്യം ചോദിക്കാൻ പേടിയാ. ചോദിച്ചിട്ട് അവൻ അതേന്നങ്ങാനോ പറയുന്നെങ്കിലോ, അവൻ്റെ ഉത്തരം വേസാണെങ്കിലോ, ദൈവമേ ഇത് നീ കരുതിക്കൂട്ടി തന്നാണോ? ക്യാൻസർ വന്നപ്പോൾ ചോദ്യം ചോദിക്കും, ദൈവമേ നീ എനിക്ക് തന്നതാണോ ഇത് സത്യമായിട്ടും? അവൻ അതേന്നങ്ങനെ ഉത്തരം പറഞ്ഞാൽ പേടിയാ. ചോദിച്ചില്ല, പേടിച്ച് നിൽക്കുക ശിഷ്യന്മാര്, പേടിച്ച് നിൽക്കുക ശിഷ്യന്മാര്. 51 വാക്യം വായിക്കട്ടെ. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ, അസെൻഡിങ്. ദൈവമക്കളെ, യാത്രകളൊക്കെ മുകളിലോട്ടുള്ള യാത്രയാണ് മക്കളെ. ജെറീക്കോയിൽ നിന്ന് ജെറൂസലേമിലേക്ക്, അവിടെ മലമുകളിൽ നിന്നൊക്കെ പോകണം. ജെറൂസലേം മലമുകളിലാ, ജെറീക്കോ താഴ്വാരവാ. അവൻ തൻ്റെ ആരോഹണത്തിന് ദിനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുമേ ജെറൂസലേമിലേക്ക് പോകാൻ ഉറച്ചു. താഴ്വരയിലായിരുന്നു അവൻ. ഇത്രയും കാലം അച്ഛൻ പറഞ്ഞതുപോലെ മനുഷ്യന്മാരുടെ ഇടയിൽ ചോറ് വിളമ്പിയും കാപ്പി കൊടുത്തും കഞ്ഞി വിളമ്പിയും രോഗിയെ സുഖപ്പെടുത്തിയും ഒക്കെ അവൻ നടന്നു. പോരാ, അപ്പൻ്റെ അടുക്ക ചെല്ലാതെ ഞാൻ എൻ്റെ അഗസ്ത്യോസിനെ പ്രാർത്ഥിക്കുന്നു, നിന്നിലെത്തുവോളം ഞാൻ അസ്വസ്ഥനാണ്. നമ്മളെല്ലാം അസ്വസ്ഥരല്ലേ? എന്താ കാരണം എന്നറിയോ? അവിടെ എത്താത്തതിൻ്റെ അസ്വസ്ഥതയാണ്. നമ്മൾ വിചാരിച്ച കടം കയറിയതിൻ്റെ അസ്വസ്ഥതയാണെന്ന് വിചാരിച്ചത്, വീട്ടിലെ പ്രശ്നത്തിൻ്റെ അസ്വസ്ഥതയാണെന്നാണ് വിചാരിച്ചത്, കൊച്ചുങ്ങളെ പറ്റിയുള്ള അസ്വസ്ഥതയാണെന്നാണ് വിചാരിച്ചത്. അല്ലെന്ന്, അവരെയൊന്നും മുഖത്തോട് മുഖം കാണാത്തതിൻ്റെ അസ്വസ്ഥതയിലാണ് നമ്മള്. അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നു. വീണ്ടും പറയാ, അടുത്ത രസമാണ്. നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. ലൂക്കാ 9 അടുത്ത് പറയാ, അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. The reason is that he was traveling to Jerusalem. ജെറൂസലേം എവിടെയാണെന്നറിയോ?
ജെറുസലേം ബൈബിൾ പണ്ഡിതന്മാർ പറയും അത് ഏദൻ തോട്ടത്തിന് മുകളിലാണ്. ശരിക്കും അതിൻ്റെ താഴെ ഏദൻ തോട്ടം, അതിൻ്റെ മുകളിലാണ് ഈ പർദീസ. ഹീസ് ട്രാവലിംഗ് ബാക്ക് ടു പാരഡൈസ്. അന്ന് ഇറക്കി വിട്ടില്ലേ? ആദ്യത്തെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ? രണ്ടാമത്തെ ആദം തിരിച്ചു നടക്കുക ആ ഏദൻ തോട്ടത്തിലേക്ക്, ആ പർദീസയിലേക്ക്. ഓക്കെ, അവൻ ജെറൂസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. സമരിറ്റൻസിന്റെ കാര്യം പറയുന്നത് ആരുമായിക്കൊള്ളട്ടെ. നമുക്ക് ഈ ക്രിസ്തുവിനെ ഇഷ്ടമില്ലെന്നേ. നമുക്ക് വലിയ പാടാ, ഇതൊക്കെ വലിയ പാടാ. അവന്റെ കൂടെ നിൽക്കാനൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇതാ കൂടെ രണ്ടുപേര് യാക്കോബും യോഹന്നാനും ഇത് കണ്ടപ്പോൾ ചോദിച്ചു, അഗ്നി ഇറക്കി ഇവനൊക്കെ തീർക്കട്ടെ. അവൻ ചങ്കിക്കൊള്ളുന്ന വാർത്താനാവെന്ന് ഈശോയ്ക്കറിയാം. കാരണം മുഴുവൻ ക്രിസ്ത്യാനികളും കത്തിച്ച് കളയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് ഈശോ പറഞ്ഞു വേണ്ട വേണ്ട, കർത്താവേ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഞങ്ങളിവരെ നശിപ്പിക്കട്ടെ. അവൻ മുമ്പോട്ട് പോവുക, പറയുക കുറുനരികൾക്ക് മാളങ്ങളും ആകാശപക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായിക്കാനിടമില്ല. ക്രിസ്തുവിൻ്റെ പ്രത്യേകതയാണ്. പിതാവിൻ്റെ നെഞ്ചിലല്ലാതെ വേറെ എവിടെ തലചാച്ചാലും അവന് സ്വസ്ഥത കിട്ടില്ല. അവന് വീടും കൂടില്ലെന്നും അല്ല മക്കളെ അതിൻ്റെ അർത്ഥം. അതിനപ്പുറത്താ വചനത്തിൻ്റെ അർത്ഥം. മനുഷ്യപുത്രൻ ഏത് കൂട്ടിക്കിടന്നാലും ഏത് വീട്ടിൽ കിടന്നാലും അവന് സ്വസ്ഥത കിട്ടുന്നില്ല. അപ്പന്റെ നെഞ്ചിൽ അപ്പന്റെ ഹൃദയപിടിപ്പ് കേട്ട് കിടന്നാൽ മാത്രമേ മനുഷ്യപുത്രന് ഉറക്കം കിട്ടത്തുള്ളൂ. അപ്പന്റെ മടിയിലിരുന്നില്ലെങ്കിൽ, അപ്പന്റെ നെഞ്ചിൽ തലയാഴ്ചയില്ലെങ്കിൽ, ദേവങ്ങളെ ഞാൻ ക്രിസ്തുവിനെ പറ്റി അല്ല പറയണ കേട്ടോ. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞാൻ ഉൾപ്പെടെയുള്ളവരോട് സ്വർഗം സംസാരിച്ചു കൊണ്ടിരിക്കുക. കുറുനരിയുടെ മാളത്തിലും പക്ഷിയുടെ കൂട്ടിലൊന്നും തലവെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. അവൻ്റെ നെഞ്ചിൽ നീ തലവെച്ച് നോക്കിക്കേ. വീണ്ടും പറയുക, അവസാനത്തെ വാക്യം എടുക്കാം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കിയ, തിരിഞ്ഞു നിന്നാൽ നീ കമന്ന് വീഴും മക്കളെ. ഇനി മുമ്പോട്ടാ, ഇനി നോ എസ്കേപ്പ്. പൗരോഹിത്യത്തിന് 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ എനിക്കറിയാം, ഇന്ന് വെമലഗിരി കത്തീഡ്രലും അന്തോണിസിൻ്റെ പള്ളിയിലും ഒക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുക. എൻ്റെ മുറി മാറുന്നത് ഈ 4 ദിവസം, അല്ലാതെ മാറാറില്ല, മാറാൻ തോന്നാറില്ല. പുണ്യമൊന്നും പറയുന്നൊന്നുമല്ല, പറ്റുന്നില്ല. ആ മുറ്റത്ത് നിൽക്കാതെ ഒരു രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ആ പുണ്യാളനെ ഓർക്കാതെ ഒരിടത്ത് പോയി ചൊവ്വാഴ്ച മനസ്സിലിങ്ങനെ ഓർത്തു, അല്ലെങ്കിൽ 3 മണി കഴിയുമ്പോൾ എഴുന്നേക്കണം. ഇന്നെങ്കിലും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. ചൊവ്വാഴ്ച ഞാൻ കൽക്കട്ടയിൽ ധ്യാനിപ്പിക്കാൻ പോയ സിസ്റ്റേഴ്സിനെ, മദർ തെരേസ സിസ്റ്റേഴ്സിനെ. എൻ്റെ പൊന്നു മക്കളെ, പാതിരാ കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. പച്ചപ്പരൊക്കെ എഴുന്നേറ്റ് കാണുമോ, ആളുകളൊക്കെ വന്ന് കാണുമോ, കൊച്ചിനെ ഉറങ്ങും, വീണ്ടും എഴുന്നേക്കും. എത്ര മണിയായിപ്പം പീറ്ററായിട്ടങ്ങ് വന്ന് കാണും, അവർക്കെല്ലാം തുറക്കാൻ തുടങ്ങി കാണും, പിന്നെയും കിടക്കുക. അച്ഛന്മാർ വഞ്ചരിക്കാൻ ചെന്ന് കാണുമായിരിക്കുമോ, കുമ്പസാരിക്കാൻ പോയോ, ജ്യേഷ്ഠൻ ചെമ്പും കുമ്പസാരിപ്പിക്കുന്നുണ്ടാവും. പ്രാന്തായിരുന്നു. അന്നത്തെ ദിവസം മര്യാദയ്ക്ക് ധ്യാനിപ്പിക്കാൻ പോലും പറ്റില്ല. കൽക്കട്ടായി കിടക്കുന്ന ഞാൻ കോട്ടയത്ത് വന്ന് കിടക്കുക. പ്രാന്താ മക്കളെ. ദൈവമെന്ന വലിയ പ്രാന്ത്, ദൈവമെന്ന മുഴുപ്രാന്ത്, സുവിശേഷമെന്ന മുഴുപ്രാന്ത്. സുവിശേഷം എന്നൊരു മുഴുപ്രാന്തൊക്കെ ഉണ്ടെന്നേ, നല്ല രസമാണ്. കൈകൊട്ടി പാടുന്ന, ഒന്നും കഴിക്കാതെ വിശന്നിരിക്കുമ്പോഴും കൈകൊട്ടി പാടുന്ന മനുഷ്യരെയൊക്കെ കണ്ടിട്ടില്ലേ? ദൈവരാജ്യത്തിൻ്റെ രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കിയേ, അവസാനം അവൻ പറഞ്ഞു വെക്കുക. സമയമായല്ലേ 8:45. ദൈവങ്ങൾ എഴുന്നേറ്റോ. നിങ്ങളെ 9 മണിക്ക് തന്നെ വിട്ടില്ലെങ്കിൽ പ്രയാസമില്ല. തണുപ്പും മഴയൊക്കെ ഉള്ള ദിവസം എഴുന്നേറ്റ് മക്കളെ. ഒന്ന് കണ്ണുകളടച്ചേ. ദൈവം വലിയൊരു കൃപ തരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ദൈവം വലിയൊരു അഭിഷേകം ഈ മക്കൾ, നിങ്ങളുടെ മേലൊരു അഭിഷേകം പരക്കുന്നുണ്ട് മക്കളെ. കർത്താവ് കാണിക്കുന്ന ഇങ്ങനെ ഒരു മേഘപ്പാളി ഇങ്ങനെ ഇറങ്ങുന്നത് കർത്താവ് കാണിക്കുന്നു. ഞാൻ വചനം പറഞ്ഞുകൊണ്ട് ഞാനതാ എല്ലാം മറന്നു വചനം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു മേഘത്തിൻ്റെ മഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കാഴ്ച, ഒരു ചുഴലിക്കാറ്റ് പോലെ മഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ദർശനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ആരാധനയ്ക്ക് പിന്നെ അച്ഛന്മാർ ഒരുക്കുമോ? ഈ നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചെടുക്കാൻ പോവാം. 10 മിനിറ്റ് നിന്ന് ആരാധന. നമ്മൾ ആഗ്രഹിച്ചേ മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനി മഴ പെയ്യത്തില്ല, പോരും. മഴ പെയ്യുന്ന പറഞ്ഞാലും കുഴപ്പമില്ല. രോഗപീഠങ്ങളോ പ്രയാസങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പിലോട്ട് വരാം, തൊട്ട് മുമ്പിലേക്ക് വരാം. ആർക്കെങ്കിലും വരണമെങ്കിൽ വരാം.
എനിക്കൊരു അഭിഷേകം വേണം, എനിക്ക് രക്ഷപ്പെടണം, എനിക്കിങ്ങനെ പോയാൽ പോരാ, എൻ്റെ കുടുംബം ഇങ്ങനെ ആയ പോരാ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. അവരത് വാങ്ങിച്ചുകൊണ്ടപ്പോൾ നീ തൊട്ട് മുമ്പിലോട്ട് വരാം. ആൾക്കാരുടെ മുമ്പിലേക്ക് ആഗ്രഹിക്കുന്നവർ മാത്രം വന്നാൽ മതി. ഒരു നിർബന്ധമില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞെങ്കിൽ മാത്രം വന്നാൽ മതി. പോകണ്ടെന്ന് തീരുമാനിച്ചു ഇനി വരികയും വേണ്ട. മുമ്പിലേക്ക് വന്ന് കുർബാന ദിവ്യകാരുടെ നാഥനെ എഴുന്നള്ളി വരാൻ പോകുന്ന നിമിഷങ്ങൾ ആഗ്രഹിക്കും. മക്കളെ സത്യമായും ആഗ്രഹിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊരു കുടുംബം ഇന്നിപ്പോഴും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുടുംബനാഥം വന്നിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കണ്ണിന്റെ കാഴ്ച വല്ലാതെ നഷ്ടപ്പെടുന്നു, വല്ലാതെ ഭയപ്പെട്ടു വന്നതാണ്. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അന്നീ വന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ലേ, അത് കഴിയുമ്പോൾ കണ്ണിന് കാഴ്ച കിട്ടിയിരിക്കുക. കുട്ടിക്കാലത്തിന് ഞാൻ വരുന്നുണ്ട്, ഒരു വന്നോന്ന് എനിക്കറിയില്ല. താഴെയൊക്കെ മഴയായിരുന്നു എന്നാണ് കേട്ടത്. ഇവിടെ ഇതിന്റെ 10 ഇരട്ടി മഴ ചുറ്റുപാടുമൊക്കെ പെയ്തത് നിങ്ങൾ ഓർത്തോണം കേട്ടോ. മഴത്തുള്ളി വീണെന്ന് കണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. മഴത്തുള്ളിയല്ല മകളെ, ചെങ്കടൽ കണ്ടിട്ട് പേടിക്കാത്തവരുടെ പേരാ ക്രിസ്ത്യാനികൾ. ചെങ്കടൽ കണ്ട പേടിക്കാത്തവരാ നമ്മള്. അച്ഛന്മാരെ ആൾത്താരിലേക്ക് വരാമെങ്കിൽ ഒരു മിനിറ്റ് ആശ വന്ന് കൈ ഉയർത്തി പിടിച്ചാൽ മതി. അച്ഛന്മാരൊന്ന് ആൾത്താരിലേക്ക് വരാമെങ്കിലും ആൾത്താരിലേക്ക് വന്നാൽ ഒത്തിരി അനുഗ്രഹമാണ്. വരാൻ പറ്റുമെങ്കിൽ അച്ഛന്മാരെ ദൂരേക്കാണെങ്കിൽ കുഴപ്പമില്ല. ഉള്ള അച്ഛന്മാരെ നടത്തോട്ട് വന്നാൽ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കൈ നീട്ടിയാല. കാരണം നിങ്ങളുടെ വിരലിൻ്റെ അറ്റത്ത് അഭിഷേകമുണ്ട്, അച്ഛന്മാരുടെ വിരലിൻ്റെ അറ്റത്ത് അഭിഷേകമുണ്ട്. അച്ഛന്മാരെ ഒന്ന് വരാമെങ്കിൽ വരാൻ പറ്റുന്നവരൊന്ന് വന്നാൽ മതി. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ദൂരേക്കാണ് വന്നിരുന്നത്. നമുക്കൊന്ന് ഈശോയെന്ന് ആഗ്രഹിക്കാം. മക്കളെ ഈ രാത്രിയിൽ ദൈവം നമ്മളെ തൊടും. കൊച്ചുങ്ങളെ നിങ്ങൾ കഷ്ടപ്പെട്ടവരാകട്ടോ. 5 മണിയായപ്പോൾ മഴയത്ത് വന്നിരുന്നതാണ് ഈ ഇരിപ്പ്. സമയം 9 ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കരങ്ങൾ ഉയർത്തിക്കും. ദിവ്യകാരുടെ നാഥൻ കടന്നു വരിക. ഈ അച്ഛന്മാർ ആഗ്രഹിക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന്. ഈ മുമ്പിലോട്ട് വന്നത് വെറുതെ വന്നതൊന്നുമല്ല, ഒരു അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ലേ. ഈ രാത്രിയിൽ ഒരു കോമണി ഇത് സ്വർഗത്തിൽ നിന്ന് ഇറക്കി വെക്കാൻ പോകും. നീ ആരും ആയിക്കൊള്ളട്ടെ കൊച്ചെ, നീ ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, ഈ രാത്രിയിൽ സ്വർഗത്തിൽ നിന്ന് ഒരു കോമണി ഇതാ ഈ മണ്ണിലേക്ക് താത്തു വെക്കുക. ആ കോമണിക്ക് ഒരു വടിയേ ഉള്ളൂ, അത് കുരിശാണെന്ന് നിങ്ങൾക്ക് തോന്നുക. ഇതാ ദിവ്യകാരുടെ നാഥൻ എഴുന്നള്ളി വരുന്ന നിമിഷങ്ങള് ഇത് ആഗ്രഹിച്ച്, എൻ്റെ അപ്പ എനിക്ക് നിന്നെ ഒന്ന് കാണണം അപ്പ, നീ എന്നെ ഒന്ന് തൊടണം അപ്പ. ഈശോ ഒന്ന് ആഗ്രഹിച്ച മക്കള്, ഒന്ന് ആഗ്രഹിച്ച മക്കള്, ഒന്ന് ആഗ്രഹിച്ച് ഈശോ എഴുന്നള്ളി വരിക. അപ്പാ ഇരുകരങ്ങളൊന്ന് ഇരിക്കുക മക്കളെ, ഒന്ന് തല വിളിച്ച് മാറ്റി ഈശോയെ, ഒച്ചത്തിൽ വിളിക്കുക ഈശോയെ, ഒച്ചത്തിൽ വിളിക്കുക ഈശോയെ, കരഞ്ഞു വിളിക്കുക ഈശോയെ, ഈശോയെ, അബ്രഹാത്തെ വിളിച്ച് വഴിയിലോട്ട് ഇറങ്ങിയവൻ ഇതാ നിങ്ങളെ വിളിച്ച് പന്തലിലോട്ട് കൊണ്ടുവന്നിരിക്കുക. എല്ലാം കളഞ്ഞിട്ട് വന്നതാ. അബ്രഹാത്തെ വിളിച്ച് വഴിയിൽ ഇറങ്ങിയവൻ യാക്കോബ് എല്ലാം നഷ്ടപ്പെട്ടതെന്ന് വിചാരിച്ചതാ, എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാ. 20 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പടക്കയാത്രയ്ക്ക് തുടങ്ങുക. അവൻ 7 തവണ കുമ്പിട്ട് ആരാധിച്ചെന്നാ പറയുന്നത്. അവൻ 7 തവണ കുമ്പിട്ട് ആരാധിച്ചെന്നാ പറഞ്ഞത്. ഇതാ ഈശോ വരിക മക്കളെ, നിന്റെ ജീവിതത്തിലേക്ക് വരിക. ഇവിടെ ഏസാവല്ല വരുന്നത്, ക്രിസ്തുവാ വരുന്നത്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 20 വർഷങ്ങളോളം ഇതാ അവനെ വിട്ടുവന്നുവെങ്കിൽ ഈ രാത്രിയിൽ അവൻ നിന്റെ അടുക്കലേക്ക് വരിക. അവന് ദൈവത്തിന്റെ മുഖമല്ല, അവൻ ദൈവം തന്നെയാ. ഒന്ന് സ്തുതിച്ച ഈശോയെ, ഒച്ചത്തിൽ വിളിക്കുക ഈശോയെ, ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച മക്കള്, നിങ്ങളായിരിക്കുന്ന അവസ്ഥകള്, വേദനകള്, നിങ്ങളുടെ ഒപ്പനങ്ങള്, ഈശോയെ അപ്പാ കരഞ്ഞ് പ്രാർത്ഥിച്ച മക്കള്, ഏത് കുഴിയിലാണെങ്കിലും ശരി അവിടെ നിന്നെ കയറ്റിക്കൊണ്ട് അവിടെ നിന്നെ രാജകുമാരാക്കാൻ കൊണ്ടുപോകും. 20 വെള്ളിക്കാശിന് നിന്നെ അടിമയാക്കി വിറ്റതായിരിക്കാം, പക്ഷേ നീ ഈജിപ്തിന്റെ രാജാവായി മാറാൻ പോവുക. നിന്നെ വിറ്റവര് നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോവുക. ഈശോയെ കരഞ്ഞു പ്രാർത്ഥിച്ച മക്കള്, ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരു പുതിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ
അച്ഛന്മാരത് കരങ്ങൾ ഉയർത്തി മക്കളെ ആശീർവദിക്കുക. ഈ സമയത്ത് അച്ഛന്മാരത് കരങ്ങൾ ഉയർത്തി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാ ജോഷുവ പ്രാർത്ഥിച്ചതുപോലെ, മോശ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിലേക്ക് മടങ്ങി ചെല്ലണേ കർത്താവ്. നഷ്ടപ്പെട്ടു പോയ പർദീസ തിരിച്ചു കൊടുക്കണേ കർത്താവ്. നഷ്ടപ്പെട്ടു പോയ ഏത് തിരിച്ചു കൊടുക്കണേ കർത്താവ്. ഒന്ന് വാരി പുടരണേ കർത്താവ്. ഒന്ന് വാരി പുടരണേ കർത്താവ്. മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണേ കർത്താവ്. ഒന്ന് വാരി പുടരണേ കർത്താവ്. പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, ഒരു ജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ ജീവനിലേക്ക് പുതിയ വഴിയിലേക്ക് ഞങ്ങളത് യാത്ര ആരംഭിക്കണമേ. ഈ ഒരു പുതിയ യാത്ര ഞങ്ങളിൽ ആരംഭിക്കണമേ. ഈ വലിയ വാക്കുകാരില്, ഈ കുഞ്ഞുമക്കളില്, ഈ ഭാര്യ ഭർത്താക്കന്മാരില് ഇരുകരങ്ങൾ ഉയർത്തി വിളിച്ച് ഈശോയേ, അഭിഷേകം ഉപയോഗിച്ച് ജസ്യപിതാവിനോട് പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മ കർത്താവിന്റെ പുരോഹിതൻ അഭിഷിക്ത കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, വിക്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ കൽപ്പിച്ചാൽ ശാസിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. പ്രിയപ്പെട്ടവർ രോഗികളാണ്. നിങ്ങളുടെ ശരീരത്തിൽ കുരിശാനെ പറ്റി പ്രാർത്ഥിച്ച് ആരെങ്കിലൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഈശോയെ ഒച്ചത്ത് വിളിക്കും. ഈശോയെ ഒച്ചത്ത് വിളിക്കും. ശക്തിയായിട്ട് വിളിക്കും. ഈശോയെ, ഈശോ എന്തുമാത്രം ആഗ്രഹിക്കുന്നു അത്രയും ഒച്ചത്ത് വിളിക്കും മക്കളെ. ഈശോയെ, ഈശോയെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വിസ തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, പരീക്ഷകളിൽ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവ, റിസൾട്ട് കാത്തിരിക്കുന്നവ, വീട് വിട്ട് പോയവ, ജയിലുകളിൽ കഴിയുന്നവ, കേസുകളിൽ പെട്ട് കഴിയുന്നവ, പലതരത്തിലും ബന്ധനങ്ങളും തകർച്ചകളും ആയിരിക്കുന്നവ, ബന്ധന വഴിയട്ടെ, ഒഴുകട്ടെ, വഴിയട്ടെ, ഒഴുകട്ടെ. വീരുകരകളിലെ സ്ഥലം വിളിച്ച് ഈശോയെ, ഈശോയെ, അത്ഭുത രോഗസാധ്യതകൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, മാതാപിതാക്കൾ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ, ഈശോയൊക്കെ തിരുവിലാവിലേക്ക്, ഈശോയൊക്കെ തിരിച്ചോരയിലേക്ക്. അപ്പാ, അപ്പാ, ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാത്ത ആരും ബാധ്യപ്പെടല്ല. ഈശോ ഒരു കൊച്ചു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ കുർബാനയിലേക്ക് നോക്കിക്ക മക്കള്. കരകൾ കൂപ്പി ഒരു തുള്ളി കണ്ണീര് കർത്താവിനെ നോക്കിക്ക. ഒരു പുതിയ പ്രകാശത്തിന്റെ കണ്ണുകളില്, ഒരു പുതിയ പ്രകാശത്തിന്റെ ജീവിതത്തില്, ഒരു പുതിയ കരുത്ത്, ഒരു പുതിയ ബലം, ഒരു പുതിയ പ്രത്യാശ, ഒരു പുതിയ വിശ്വാസം. സ്നേഹമൊഴുകട്ടെ മക്കളെ. ആരോടെങ്കിലൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പോടൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആരുടെയൊക്കെ തകർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എളിമപ്പെട്ടവിടെ കൂട്ടാ, എളിമപ്പെട്ടവിടെ മോനെ. തമ്പുരാനാണ് ഇവിടെ, തമ്പുരാനാണ് ഈ ആൾക്കാർ.
നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ നീ ചങ്ക് പറഞ്ഞാ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ കോമ്പൗണ്ട് വിട്ട് പോകുന്നതിനും ഈ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഈശോയെ, 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 അത്ഭുതകരമായ സൗഖ്യം കർത്താവ് മക്കൾ കൊടുക്കുക. കൈകാലുകളുടെ വേദന, കൈകാലുകളുടെ നീര്, കൈകാലുകളുടെ തളർച്ച നിങ്ങൾ കാണുക. ഈശോയെ, ഈശോയെ, 23 പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിപ്പോ കൈവേദന കയ്യൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് വിളിച്ച് ഈശോയെ. മദ്യപാനിയായ ജീവിത പങ്കാളി, മദ്യപാനിയായ മകൻ, സഹോദരൻ, ഇതാ കർത്താവ് അത്ഭുതകരമായി വിടുതൽ കൊടുക്കുക. മദ്യത്തിന്റെ ദുരാത്മാവ് 33-ലധികം മക്കളിൽ നിന്ന് വിട്ടുപോകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ഉദരരോഗങ്ങൾ കൂടെ കൂടെ വരുന്ന മക്കൾക്ക് സൗഖ്യം കിട്ടുക. പക്ഷെ എന്റെ വൊമിറ്റ് ചെയ്താൽ വൈറ്റ് ലൂസ് മോഷൻ, വൈറ്റ് ലൂസിൽ വരുന്ന അവസ്ഥകളൊക്കെ, അല്ലെങ്കിൽ വൈറ്റ് വേദന കൂടുതൽ വൈറ്റ് വേദന വരുന്ന അവസ്ഥകളുള്ള മക്കള്, ഏതാനും പേര് 40-ലധികം പേരുടെ ഉദരരോഗങ്ങൾ വിട്ടുപോകുന്നതായി, ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി രോഗങ്ങൾ വിട്ടുപോകുന്നതായി, അൾസർ, പൈൽസ് രോഗങ്ങൾ വിട്ടുപോകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. വീട്ടിലെ കിടപ്പ് രോഗിയായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 7 കുടുംബങ്ങള് ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അതിന് കിടപ്പ് രോഗിയായിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞു പ്രാർത്ഥി. ഈശോയെ, കുഞ്ഞുങ്ങൾ ജന്മനാ രോഗപീഠകൾ, കൂടെ കൂടെ രോഗപീഠകൾ വരുന്ന കൊച്ചുങ്ങള് സൗഖ്യം നൽകുക. 12ഓളം കുഞ്ഞുമക്കൾക്ക് ചില സ്വഭാവ വൈകല്യങ്ങളായിരിക്കാം, മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയിരിക്കാം, അല്ലെ മദ്യം, കൊച്ചു മദ്യം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങള്, ആഗ്രഹിച്ച മക്കള്, അത്ഭുതകരമായ അനേകം യുവതീവാക്കന്മാര്, കുഞ്ഞുമക്കള്, വിദ്യാർത്ഥികളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈശോയെ, ഈശോയെ, കുർബാനയിലേക്ക് നോക്കിക്കേ, ഹൃദയം നോക്കി പ്രാർത്ഥിച്ചോ. ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയാ. നാളെ കൺവെൻഷന്റെ 2ാം ദിവസത്തെ സമർപ്പിക്കുക. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. രാജാവായി, കർത്താവായി, ദൈവമായി ഈ മക്കൾക്ക് പ്രത്യക്ഷപ്പെടണമേ. ഇറങ്ങി വന്നതുപോലെ കർത്താവേ, നാളത്തെ ദിവസം അഗ്നിയായ ഈ ആൾക്കാരെ കർത്താവേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. ഈശോ നമ്മുടെ നോക്കിക്കേ, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് അവരുടെ പേര് പറഞ്ഞപ്പോ പ്രാർത്ഥിച്ചു. ഈശോയെ, അനേകം പേര് സമൂഹത്തിൽ സൗഖ്യങ്ങൾ കിട്ടുന്നുണ്ട്. പലതരത്തിലുള്ള വാദരോഗങ്ങൾ വിട്ടുപോകുന്നുണ്ട്, പലതരം രോഗപീഠകൾ. നാളെ കൂടുതൽ ഹീലിംഗ് എടുക്കാൻ പറ്റും. ആഗ്രഹിച്ചു വൈദ്യരെ, നാളെ നീയും നിന്റെ കുടുംബവുമായി ഇവിടെ വരുന്നത്. അയലോക്കത്തെ ഭവനങ്ങൾ വരും. ഒരു വലിയ ജനസമൂഹം നാളെ ഇവിടെ എത്തണം. നിങ്ങൾ ആൾ കൂടുന്നതുകൊണ്ട് അച്ഛന് സന്തോഷമൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആരും നഷ്ടപ്പെട്ടു പോകല്ല. അവൻ വിത്ത് വിതച്ചിട്ട് 30, 60, 100 മേനി. ഞാനവിടെ ഇല്ലാതാകാൻ പാടില്ല. അവൻ വരുമ്പം ഞാൻ ഉണ്ടാവണം. ഈശോയെ, ദൈവങ്ങളെ, നാളെ പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. ദിവ്യകാരുണ്യത്തെ പറ്റിയുള്ള ധ്യാനവുമൊക്കെയാണ് നാളത്തെ ദിവസം. കുർബാനയെ പറ്റിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളും സഭയുടെ പ്രബോധനങ്ങളും ഒക്കെ നമ്മൾ ധ്യാനിക്കുക. പ്രാർത്ഥിച്ചൊരുങ്ങി വരിക, ത്യാഗം എടുക്കുക. ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് നിർബന്ധിക്കും, പരിശുദ്ധാത്മാവ് കാറ്റ് വീശും. അപ്പോൾ അങ്ങനെ ഒരുങ്ങി വരിക. പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പം മുതൽ ഒരു 4 കൊന്ത ഞാൻ ചോദിക്കുക നിങ്ങളോട്. ഇന്നലെ പുണ്യാളനെ പള്ളിയിൽ വന്ന മക്കളോടെല്ലാം ഞാൻ കൊന്ത ചോദിച്ചു. ഒരു കൊന്ത വെച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ 4 ജപമാലയാണ് ചോദിക്കുന്നത്. മകനെ,
4 ജപമാലയാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. ദൈവങ്ങളെ 4 കൊന്ത പറ്റുമെങ്കിൽ ഇന്നും കിടക്കുന്ന ഒരു കൊന്ത, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കൊന്ത, നാളത്തെ ശുശ്രൂഷിക്കണേ. കാലാവസ്ഥ അനുകൂലമാണ്. നാളെ അത്ഭുതകരമായ അഭിഷേകങ്ങൾ കർത്താവ് കൂട്ടായ്മയ്ക്ക് തരും. അപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപേക്ഷിച്ച്, ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ ഞാൻ പറ്റുമെന്ന്, ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ ചായ കുടിയോ, ചായ വേണ്ടെന്ന്, കാപ്പിയോടോ ഒരു ത്യാഗം എടുത്ത് നമുക്ക് ഈശോയുടെ കുരിശിനോട് ചേർന്ന് വിസ്മയങ്ങളും ദർശനങ്ങളും അത്ഭുതങ്ങളും കർത്താവ് തരും. അച്ഛന്മാരോട് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഈ കൺവെൻഷനും ഇതെല്ലാം ഇങ്ങനെ ക്രമീകരിച്ച് എല്ലാവരും ഞാൻ നിർദ്ദേശങ്ങൾ തരും. ആ ഭക്ഷണമുണ്ട്, നമുക്ക് കഞ്ഞൊന്ന് ആശീർവദിക്കാൻ പോകുക. കർത്താവായ ദൈവമേ, പൊന്നുമക്കളുടെ അധ്വാനവും ഇവിടെ കഷ്ടപ്പാടും ഇവിടെ ത്യാഗവുമാണല്ലോ ഈ ഭക്ഷണം. ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികൾ ഇത് വഴിയായി സംഭവിക്കാനിട വരട്ടെ. കർത്താവ് ഇത് ഞങ്ങൾക്ക് തന്ന വ്യക്തികൾ ഇതിവിടെ കഷ്ടപ്പാട് അനുഭവിച്ചത് അവരെ നീ അനുഗ്രഹിക്കണമേ. വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പാട്ട് പാടി കർത്താവിനെ വാർത്തപ്പെടുത്തി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ അവസാനിപ്പിക്കുകയും നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ഫലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ഫലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയയാ, ദയയാ, നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകണ്ട കുഞ്ഞിനെ ചിറകിന്നിരെ വഹിക്കും പോലെ, കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകണ്ട കുഞ്ഞിനെ ചിറകിന്നിരെ വഹിക്കും പോലെ. തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ. താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ. തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. പ്രാണപ്രിയ, പ്രാണപ്രിയ,
യേശുവേ നന്ദി യേശുവേ ഈ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി യേശുവേ